സ്ഥലങ്ങളും पवित्रताई में तू महान, महिमा में रहने वाले, पवित्रताई में तू महान। पवित्रताई में तू महान, महिमा में रहने वाले, पवित्रताई में तू महान, महिमा में रहने वाले। अद्भुत सलाहकार प्रभु है महान, पिता सर्वदा शांति का राजा है। अद्भुत सलाहकार प्रभु है महान, पिता सर्वदा शांति का राजा है। आंधों पर प्रभुता है तेरे, सर्वश्रेष्ठ अधिकारियों से ऊंचा। कांधों पर प्रभुता है तेरे, सर्वश्रेष्ठ अधिकारियों से ऊंचा। यीशु नाम है, यीशु नाम है, उठने सारे उठने वाला है नाम। यीशु नाम है, यीशु नाम है, हर जुबान गाएंगे यीशु तेरा नाम। यीशु नाम है, यीशु नाम है, उठने सारे झुकने वाला है नाम। यीशु नाम है, यीशु नाम है, हर जुबान गाएंगे यीशु तेरा नाम। ഈ രാവിലെ ഞങ്ങൾക്ക് സഹായിക്കണേ. അങ്ങയുടെ നാമം ഈ പൽക്കാലം ഉയർത്തപ്പെടണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ. ആമീൻ. നമ്മുടെ പാട്ട് പാടുന്നത് ഒരു മിനിറ്റ്. പാട്ട് പാടുന്നത് നമ്മുടെ പ്രൈസ് ആൻഡ് വർഷിപ്പ് ബിജി സന്തോഷ്, കേരള. ബിജി സിസ്റ്റർ കേട്ടിട്ടില്ലേ? ഉണ്ട് പാസ്റ്റർ, ഉണ്ട്. പാടുന്ന പാട്ട് പാടിക്കോ. വെയിറ്റ് ചെയ്യട്ടല്ലേ, ഞാൻ പറഞ്ഞില്ലല്ലോ. പാട്ട് പാടിക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ പ്രഭാതത്തിൽ ദൈവസന്നിധിയിൽ ഒരുമിച്ച് നമുക്കായിരിക്കാൻ ദൈവം കൃപ ചെയ്തതിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ഒരു മാസക്കാല അടിയങ്ങളെ ക്ഷേമമായി സുരക്ഷിതമായി സ്തുതിക്കാം. ഒരു പുതിയ മാസം കൂടി നമുക്ക് ദാനമായി തന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. പുതിയ കൃപകളോട് അനുഗ്രഹങ്ങളോടെ ജീവിപ്പാൻ തക്കോണം നമ്മളെ ഏവരെയും സഹായിക്കട്ടെ. നമുക്ക് ദൈവത്തെ പാടി സ്തുതിക്കാം. കണ്ണുനീർ മാറി വേദനകൾ എന്നോ മാറുമോ, നിന്നകൾ മാറി നല്ല ദിനം എന്നു കാണുമോ. കണ്ണുനീർ മാറി വേദനകൾ എന്നോ മാറുമോ, നിന്നകൾ മാറി നല്ല ദിനം എന്നു കാണുമോ. ഭാരം പ്രയാസങ്ങൾ ഏറിടുമ്പോൾ നിന്റെ പൊന്മുഖം, ഭാരം പ്രയാസങ്ങൾ ഏറിടുമ്പോൾ നിന്റെ പൊന്മുഖം തേടി സഹായം നേടുമേ ഞാൻ പൊന്നുനാഥനെ. തേടി സഹായം നേടുമേ ഞാൻ പൊന്നുനാഥനെ. കണ്ണുനീർ മാറി വേദനകൾ എന്നോ മാറുമോ, നിന്നകൾ മാറി നല്ല ദിനം എന്നു കാണുമോ. പൊൻകരം നീട്ടി താങ്ങണമേ യേശുനായക, പൊൻകരം നീട്ടി താങ്ങണമേ യേശുനായക. നിന്തിരുമാർ
മാർവിൽ ചാരുവോളം ഈ നിന്ദാസരെ നിന്തിരുമാർവിൽ ചാരുവോളം ഈ നിന്ദാസരെ കണ്ണുനീർ മാറി വേദനകൾ എന്നോ മാറുമോ നിന്നകൾ മാറി നല്ല ദിനം എന്നോ കാണുമോ ശാശ്വതമാം നിൻ പാർപ്പിടമോ അല്ലി ഭൂമിയിൽ ശാശ്വതമാം നിൻ പാർപ്പിടമോ അല്ലി ഭൂമിയിൽ ഭൂതലെ ഞാനൊരു അന്യനല്ലോ യാത്ര ചെയ്യുവാൻ ഭൂതലെ ഞാനൊരു അന്യനല്ലോ യാത്ര ചെയ്യുവാൻ കണ്ണുനീർ മാറി വേദനകൾ എന്നു മാറുമോ നിന്നകൾ മാറി നല്ല ദിനം എന്നോ കാണുമോ. നമുക്കൊരു പാട്ടും കൂടെ പാടി ദൈവത്തെ പാടി സ്തുതിക്കാം. ഉന്നതൻ നീ അത്യുന്നതൻ നീ അങ്ങേ പോലൊരു ദൈവമില്ല ഉന്നതൻ നീ അത്യുന്നതൻ നീ അങ്ങേ പോലൊരു ദൈവമില്ല അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമൻ ദൈവമെന്നും അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമൻ ദൈവമെന്നും നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ നന്മ മാത്രമേ ഇനി ചെയ്യുകയുള്ളല്ലോ നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ നന്മ മാത്രമേ ഇനി ചെയ്യുകയുള്ളല്ലോ തിന്മയ്ക്കായൊന്നും ഭാവിച്ചില്ലല്ലോ നന്മയ്ക്കായി കൂടി വ്യാപരിച്ചല്ലോ തിന്മയ്ക്കായൊന്നും ഭാവിച്ചില്ലല്ലോ നന്മയ്ക്കായി കൂടി വ്യാപരിച്ചല്ലോ ഉന്നതൻ നീ അത്യുന്നതൻ നീ അങ്ങേ പോലൊരു ദൈവമില്ല അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമൻ ദൈവമെന്നും അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമൻ ദൈവമെന്നും നടത്തിയ വഴികളെ ഓർത്തിടുമ്പോൾ കരുതിയ കരുതൽ നനച്ചിടുമ്പോൾ നടത്തിയ വഴികളെ ഓർത്തിടുമ്പോൾ കരുതിയ കരുതൽ നനച്ചിടുമ്പോൾ സ്തുതിക്കുവാനായിരം നാവ് പോരായേ എങ്കിലും ആവോളം ഞാൻ പാടി സ്തുതിക്കും സ്തുതിക്കുവാനായിരം നാവ് പോരായേ എങ്കിലും ആവോളം ഞാൻ പാടി സ്തുതിക്കും ഉന്നതൻ നീ അത്യുന്നതൻ നീ അങ്ങേ പോലൊരു ദൈവമില്ല ഉന്നതൻ നീ അത്യുന്നതൻ നീ അങ്ങേ പോലൊരു ദൈവമില്ല അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമൻ ദൈവമെന്നും അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമൻ ദൈവമെന്നും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഇങ്ങനെ ഒരു പാടാൻ അവസരം തന്ന ബെൻസൺ പാസ്റ്ററും സിസ്റ്റർക്കും നന്ദി.
മ്യൂട്ടാണ് മ്യൂട്ട്. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ആദ്യത്തെ ആ പാട്ട് പാടി കണ്ണീർ മാറി വേദനകൾ എന്ന് തീരുമോ എന്ന് പാട്ട് പാടുന്ന ആ പാട്ടിന്റെ അവസാനം, പിന്നെ അടുത്ത പാട്ട് മാറി അത്ഭുതവാൻ അതിശയവാൻ നമ്മുടെ ദൈവത്താൽ കഴിയാത്ത ഒന്നുമില്ലെന്ന്. അനുഗ്രഹമായൊരു പാട്ടായിരുന്നു. ദൈവദാസി അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഇങ്ങനെയുള്ള പാട്ടുകൾ പാടാൻ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഏറ്റവും അനുഗ്രഹമായിരുന്നു. 2 പാട്ടും അർത്ഥമുള്ളത്. കണ്ണുനീർ മാറി വേദനകൾ, പഴയകാല ഒരു നല്ല പാട്ടാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. ദൈവം സഹായിക്കട്ടെ. തുടർന്ന് നമുക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മുടെ തലകളെ വണക്കം. നമ്മുടെ ലിസി സിസ്റ്റർ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ലീഡ് ചെയ്യാനായിട്ടായിരിക്കുന്നത്. ലിസി സിസ്റ്ററോട് പറയുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ ഭാരതത്തിലുള്ള ദേവദാസന്മാർക്ക് വേണ്ടി, ദൈവത്തിലെ സുവിശേഷ വേലകൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. സുവിശേഷ വേല, ഭാരതത്തിൽ നടക്കുന്ന സുവിശേഷ പ്രവർത്തനങ്ങൾ, അവിടെ ദൈവദാസന്മാർ അനേകം പേര് കഷ്ടത കൊടുക്കും. അതിനുവേണ്ടി നമുക്ക് 2 വിഷയം സെപ്പറേറ്റ് എടുത്ത് പ്രാർത്ഥിക്കണം. ബെൻസൺ പാർഷൻ കുടുംബത്തിൽ ബന്ധിച്ചിട്ട് പരിപൂർണ്ണ സൗഖ്യം ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സഹോദരി, ഇതെല്ലാം ഓർത്തോണ്ട് ഇപ്പൊ സഹോദരി ലീഡ് ചെയ്താൽ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുങ്ങാം. ആത്മഭാരത്തോടെ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിപ്പാൻ കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ. ഈ സമയം നമുക്ക് പ്രാർത്ഥനാധ്വനിക്ക് നേതൃത്വം കൊടുക്കുന്ന ദേവദാസൻ ബെൻസൺ കുടുംബമായിട്ട് ദൈവകരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ വേല ശക്തിയോടെ ചെയ്യുവാൻ കഴിഞ്ഞ നാളുകളെക്കാൾ ഉപരി വളരെ ആത്മാവിന്റെ ശക്തിയോടും അഭിഷേകത്തിന്റെ നിറവിലും ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്കും സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്കും വേണ്ടി അധ്വാനിക്കാൻ കഴിഞ്ഞ നാളിൽ ദൈവം ശക്തമായിട്ട് ഉപയോഗിച്ചു. ഇനിയും അധികമായി ദൈവം ഉപയോഗിക്കേണ്ടതിന് കൃപയും ശക്തിയും അഭിഷേകവും ദൈവം പകരേണ്ടതിനായി വിദ്യുസ്തർക്കായി പ്രാർത്ഥിക്കാം. പൂർണ്ണമായ സൗഖ്യം ദൈവം കൊടുക്കേണ്ടതിനായിട്ട് എഴുന്നേറ്റ് ആരോഗ്യത്തോടെ നടക്കണം. കാലുകൾക്ക് ബലവും സൗഖ്യവും കർത്താവ് കൽപ്പിക്കണം. കുടുംബമായി കുഞ്ഞുങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കാൻ പ്രാർത്ഥിക്കാം. പ്രത്യേകാൽ സുവിശേഷീകരണ പ്രവർത്തനങ്ങളിൽ മുൻപിൽ നിൽക്കുമ്പോൾ പിശാചിന്റെ ടാർഗറ്റ് അങ്ങനെയുള്ള ദൈവദാസന്മാരെ കുടുംബത്തെ തകർത്ത് കളയുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഏറെ ആത്മഭാരത്തോടും ഉത്സാഹത്തോടും കൂടെ ദൈവദാസനും കുടുംബത്തിനും വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ദൈവദാസനെയും കുടുംബത്തെ ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. ശക്തമായി വരുന്ന നാളുകളിൽ പ്രാർത്ഥനാധ്വനിയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്കും വേണ്ടി നിലകൊള്ളേണ്ടതിനായി ദേവദാസനെ കുടുംബത്തെ ഓർത്ത് ഒരാൾക്ക് ഈ സമയം ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ലതും വിലയേർത്തുമായ പ്രഭാതത്തിനായിട്ട് ഞങ്ങളെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കഴിഞ്ഞ രാത്രികാലം അത്രയും ദൈവമേ ഞങ്ങളുടെ കണ്ണിലെ കൃഷ്ണന്റെ പോലെ ഞങ്ങളെ ഓരോരുത്തരുടെ ഇടങ്ങളായി കാത്തു പരിപാലിച്ചു. വീണ്ടും അങ്ങയുടെ പാദപീഠത്തിലേറെ ഇടങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാൻ ദൈവം തന്ന ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ദൈവമേ, കഴിഞ്ഞൊരു മാസക്കാലം ഞങ്ങളെ വിട്ടു പിരിഞ്ഞു പോയി കർത്താവ് വീണ്ടും ഒരു പുതിയ മാസം കൂടി ഞങ്ങൾക്ക് ദാനമായി തന്നു. ഈ മാസത്തിന്റെ ആരംഭം മുതൽ അവസാനത്തെ ദിവസം വരെ ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവകൃപയാലും ദൈവം ഞങ്ങളെ നിറച്ചുകൊണ്ടെന്ന് പ്രാർത്ഥിക്കുന്ന ആർക്കും വ്യാരാപത്താനത്തങ്ങളും കൂടാതെ ദൈവം ഓരോരുത്തരും ഞങ്ങളുടെ അങ്ങയുടെ ചിറകളിൽ വഹിക്കണമേ എന്നിട്ട് ഞങ്ങളോട് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. വിശേഷാവൻ സുഭാഷ കുടുംബമായിട്ട് ദൈവങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ബുദ്ധനായ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ദൈവമേ, സ്തോത്രം നേരിട്ട് അനർത്ഥത്തിന്റെ പിതാവ് നന്നായി വിടുവിച്ചനായ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ശത്രുവാനൊരുക്കിയ കണിയിൽ നിന്ന് ദൈവമേ ഹാലേലിയ കർത്താവ് തമ്പുരാൻ വിടുവിച്ചല്ലോ കർത്താവെ. ദൈവമേ, സ്തോത്രവന്റെ ചെതികളിൽ നിന്ന് വിടുവിച്ചനായി എന്റെ ദൈവത്തെ എത്ര ശ്രദ്ധിച്ചാലും വർണ്ണിച്ചാലും മതി വരില്ല കർത്താവെ. ആകയാൽ തൃപ്പാദങ്ങളിലേക്ക് കൂടുമായി ദൈവങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നാഥ സ്തോത്രം ചെയ്യുന്നതിനെ സമ്പൂർണ്ണമായി താഴ്ത്തുന്നപ്പ. അടിയുടെ ജീവിതത്തിലെ കുറവശങ്ങളൊന്നും ദൈവമേ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് തടസ്സമായിരിക്കാൻ ദൈവം അനുവദിക്കുന്ന പ്രാർത്ഥിക്കുന്നു. കൃപയാൽ അങ്ങ് സൂക്ഷിക്കണം, പരിപാലിക്കണമേ കർത്താവെ. ദാസനെ കരങ്ങളിൽ ഏൽക്കുന്ന ആയുസ്സോടെ ആരോഗ്യത്തോടെ ദൈവം നിലനിർത്തിയതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. പ്രാർത്ഥന ധ്വനി കർത്താവെ ദർശനത്തിലൂടെ ദൈവം തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഇത്രത്തോളം വിശാലമാക്കിയതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവ്. അനേക വിഷയങ്ങളാൽ ഭാരപ്പെടുന്നവരെ കർത്താവ് ഓടിയണിയുന്നൊരു സംഘാതമായി തീർന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്ന കർത്താവെ. വിവിധ വിഷയങ്ങളാൽ ഭാരപ്പെടുന്ന അനേകരുണ്ട് കർത്താവെ. ദൈവമേ, സ്തോത്രം വടിയൊക്കെയും ദൈവം പ്രാർത്ഥിപ്പാൻ ഒരു കൂട്ടം ജനത്തെ ദൈവം എഴുന്നേൽപ്പിച്ചതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ദൈവമേ, സ്തോത്രം പ്രഭാത പ്രാർത്ഥനയും ദൈവം ഞങ്ങൾക്കായി ഒരുക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ദൈവമേ, അതിന്റെ ദാസന്റെ ആത്മീയ ഭൗതികം എല്ലാ മേഖലകളിലും ദൈവസാന്നിധ്യം കൂടിയിരിക്കണമേ. ശുശ്രൂഷയിൽ കർത്താവെ കഴിഞ്ഞ നാളുകളിലേക്ക് ഉപരിയായി കർത്താവെ ദൈവമേ ഉയർത്തുവാൻ ദൈവം സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ദൈവം സൂക്ഷിക്കണം, പരിപാലിക്കണമേ, പോക്കൂരിൽ കൂടെയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പാസ്തോത്രം ഞാൻ ഏകർക്ക് ആശ്വാസമായി താങ്ങായി തണലായി ദൈവമേ കൂടെയിരിപ്പാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഒരു ദോഷവും വരുത്തില്ലേപ്പാ. ദൈവമേ, സ്തോത്രം ഹാലിനെ ദൈവങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നാഥാ സ്തോത്രം ചെയ്യുന്ന എന്റെ ദാസിയെ എന്റെ അപ്പന് ഇത്രത്തോളം വിടുവെച്ചനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ.
ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ. അനേകരെ പ്രാർത്ഥന ദൈവമേ കാവലും കോട്ടയും കരുതലുമായിരുന്നതിനായ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. കാലിന്റെ വേദനയാലും കർത്താവ് ശാരീരമായിട്ട് അസ്വസ്ഥതകളൊക്കെയും വളരെയധികം ഭാരപ്പെട്ട് കർത്താവേ, വളരെയധികം വേദന അനുഭവിച്ച കർത്താവേ, അവിടെയൊക്കെ എന്റെ അപ്പൻ കല്ലിലെ സകല വേദനകളും ഭാരങ്ങളും വഹിച്ച് കർത്താവേ എന്റെ ദാസിയെ ദൈവം നിലനിർത്തിയത് ഓർത്ത് നന്ദി ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. എന്റെ ദൈവം ജീവിതത്തിൽ ചേരുന്ന സകല ഉപകാരങ്ങളെ ഓർത്ത് നന്ദി ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. പ്രാണനെ മരണത്തിലും ദൈവം വിടുവിച്ചതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. കണ്ണിനെ കണ്ണതിൽ നിന്ന് കാലിനെ വീഴ്ചയിൽ ദൈവം വിടുവിച്ചല്ലോ കർത്താവേ. ആയതിനാൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സ്തുതിക്കുന്ന കർത്താവേ. ദൈവം നിലയ്ക്കും തലവേദനയാലൊക്കെയും വളരെയധികം ഭാരപ്പെട്ട് ലോപിച്ച ദൈവം വിടുതൽ കൊടുത്തു എന്ന് പൂർണ്ണമായി ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ. ദൈവമേ സ്തോത്രം. കാലിന്റെ വേദനയാലൊക്കെയും ഭാരപ്പെട്ടു ദൈവമേ, അമൂർവ ദൈവമേ ഉണക്കിയതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. എങ്കിലും വേദനകളുണ്ട് കർത്താവേ, ശാരീരികമായിട്ടൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട് കർത്താവേ. എങ്കിലും ദൈവമേ വീണു പോകല്ലേ അപ്പാ, താണുപോകല്ലേ എന്നിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ആമേൻ. കഴിഞ്ഞ നാളുകളിലേക്ക് കർത്താവേ, ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു വീഴും, യൗവനക്കാർ ഇടറി വീഴുമെന്നാൽ യഹോവയെ കാത്തിരിക്കുന്നവർ കഴുകിനേക്കാൾ ചിറകടിച്ച് പറന്നുയരുന്നു. കർത്താവിന്റെ വചനമുണ്ടല്ലോ, അതുപോലെ കർത്താവേ ദിവസങ്ങളിൽ കർത്താവെ നിര്യാണികൾ ദൈവമേ ഉറച്ചു ചവിട്ടി കർത്താവെ അങ്ങയ്ക്ക് വേണ്ടി നിലനിൽപ്പാൻ ദൈവം കൃപ തന്നെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. സകല വേദനകളും ആരങ്ങളും മറന്ന് ദൈവത്തെ പാടിപ്പുകഴ്ത്തുവാൻ ദൈവമേ പ്രാർത്ഥന ഗ്രൂപ്പിനെ ലീഡ് ചെയ്യുവാൻ ഒക്കെയും ദൈവം കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. സ്തോത്രം ചെയ്യുന്നത്. ഹല്ലേലൂയ. ദുഷ്ടൻ കാണാതെ ശത്രുദൃഷ്ടി വെക്കാതെ ഞങ്ങളുടെ ശിരകളിൽ ദൈവം മറച്ചുകൊള്ളണമേ. ആമേൻ. വലിയൊരു ഉത്തമ സാക്ഷിയായി നിൽപ്പാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവമേ സ്തോത്രം. സ്വർഗത്തിൽ വസിക്കുന്ന ദൈവമേ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവെ കുഞ്ഞുങ്ങളെ ഇവരെയും കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥന ദൈവം അനുഗ്രഹിക്കണമേ, ബുദ്ധി കൊടുക്കണേ, ജ്ഞാനം കൊടുക്കണമേ. കുഞ്ഞിന് കൊടുത്ത വിജയത്തിനായ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ദൈവമേ സ്തോത്രം. ദൈവം കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം. മാതാപിതാക്കൾ കാണിച്ച വഴി പിൻപറ്റി ദൈവമേ ദൈവത്തിന് ഹല്ലേലൂയ മനുഷ്യർക്കും കർത്താവെ സഭയ്ക്കും ദേശത്തിനുമൊക്കെയും അനുഗ്രഹമുള്ള കുഞ്ഞുങ്ങളായി വളരുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ. അവരുടെ പഠന കാര്യങ്ങളും ഭാവി കാര്യങ്ങളെല്ലാം ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കണമേ, ദൈവം ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അപമാനത്തിന് കർത്താവെ ദസിനെ സഹായിപ്പാൻ നിൽക്കുന്ന ആന്റി ഓർത്ത് പ്രാർത്ഥന ദൈവം അനുഗ്രഹിക്കണം, സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അതുപോലെ കർത്താവെ ദസിന്റെ മാതാപിതാക്കൾക്കായി സഹോദരവർഗങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്ന ദൈവം അനുഗ്രഹിക്കണമേ, മാനിക്കണമേ കർത്താവെ. അമ്മേ മനസ്സും പാസ്റ്റർ കുടുംബത്തിനായ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ദസിനായ സ്തോത്രം ചെയ്യുന്ന ഒരു കുടുംബത്തെ മാനിക്കണമേ, സഹായിക്കണമേ, കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. സ്തോത്രം ചെയ്യുന്ന മാതാപിതാക്കൾക്കായി സഹോദരങ്ങൾക്കായി ഒക്കെയും സ്തോത്രം ചെയ്യുന്ന കർത്താവെ. പ്രാർത്ഥന കർത്താവെ ആ സമയത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദൈവമേ. അനേകം ദേശങ്ങളിലേക്ക്, അനേകം രാജ്യങ്ങളിലേക്ക്, അനേകം ജില്ലകളിലേക്ക് പടർന്ന് പന്തലിപ്പാനിടയാകണം. അനേകം സ്ഥലങ്ങളിൽ ഇനി എത്തിപ്പെടാനുണ്ട് കർത്താവെ. അവിടെയൊക്കെയും ഹല്ലേലൂയ പ്രവർത്തനം സജീവമായി തീരുവാൻ ദൈവമേ ദൈവം സഹായിക്കണം. അനേകർക്ക് ദൈവമേ ആശ്വാസം വിടലുമായി തീരുവാൻ എന്റെ ദൈവം സഹായിക്കണമെന്ന് എന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവെ അനേകം വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു തന്റെ ദാസിയും ദാസനെയും ചുമതലപ്പെടുത്തിയതിനായി നന്ദി ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഇനിയും ദൈവമേൽക്കുമേൽ അനുഗ്രഹവും അഭിവൃദ്ധിയും ദൈവം പ്രാപിച്ച് ബലവും ശക്തിയും ദൈവം പകർന്നു കൊടുത്ത് നിലനിർത്തേണ്ടത് എല്ലാ കൃപയും കൃപാവരങ്ങളും ദൈവമേ കൊടുത്ത് തന്റെ ദാസനെ കുടുംബമായിട്ട് ദൈവം അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. സകല വിഷയങ്ങളും തൃപാദങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം, മറുപടി തന്നിരിക്കാൻ സ്തോത്രം. യേശു ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ശക്തമായിട്ട് ദൈവം ഉപയോഗിക്കാൻ പോകുന്നത് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. അടുത്താണ് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനാധ്വനിയുടെ എല്ലാ ചാപ്റ്റേഴ്സിനും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ലോകത്തിലെമ്പാടും പടർന്നു കിടക്കുന്ന ഈ പ്രാർത്ഥനാധ്വനിയുടെ എല്ലാ സംരംഭങ്ങൾ, അതുപോലെ വിവിധ ചാപ്റ്റേഴ്സിന് നേതൃത്വം കൊടുക്കുന്ന ദൈവദാസന്മാർ, അവരെല്ലാം കർത്താവ് ശക്തമായിട്ട് ഉപയോഗിക്കേണ്ടതിനായിട്ട് വരുന്ന ആളുകളിൽ പ്രാർത്ഥനാധ്വനിയുടെ ഈ പ്രവർത്തനങ്ങൾ പ്രാർത്ഥന മുഖാന്തരം അനേകർ രക്ഷിക്കപ്പെടണം, അനേകർ സ്നാനപ്പെടണം, അനേകർ വിടുതൽ പ്രാപിക്കണം, വലിയ ദൈവപ്രവർത്തികൾ വെളിപ്പെടണം. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആ കൂടെ തന്നെ ഇന്ത്യയിലുള്ള എല്ലാ സുവിശേഷിക്കുന്ന പ്രവർത്തനങ്ങളെയും നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ശക്തമായിട്ടൊരു ദൈവപ്രവൃത്തി ഇന്ത്യയിൽ വെളിപ്പെടേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ത്യയിലുള്ള 28 സ്റ്റേറ്റുകളിലും 7 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ശക്തമായ ദൈവപ്രവൃത്തി വെളിപ്പെടണം. ഹല്ലേലൂയ. സ്തോത്രം. അപ്പസ്തോലന്മാർ യെരൂശലേം വചനം കൊണ്ട് നിറച്ചതുപോലെ നമ്മുടെ ഇന്ത്യ രാജ്യം ദൈവവചനം കൊണ്ട് നിറയപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിന്റെ ശക്തിയും യേശുവിന്റെ നാമത്തിന്റെ പ്രവൃത്തിയും വെളിപ്പെട്ട് ശക്തമായി വലിയ സുവിശേഷീകരണം ഇന്ത്യയിൽ നടക്കണം. അതിനായിട്ട് അനേക ദൈവദാസന്മാരെ, ആത്മദർശനമുള്ളവരെ ദൈവം എഴുന്നേൽപ്പിക്കുക. പിശാച് ഇതിന് വിരോധമായി പ്രവർത്തിക്കാതെ പൈശാചിക പ്രവൃത്തികൾ തകർന്നു മാറേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ 2 വിഷയങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും ഒരാൾ ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കണമേ.
സ്തോത്രം കർത്താവേ, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. മഹാകാരുണ്യവാനും നിത്യനും പരിശുദ്ധനുമായിരിക്കും ഞങ്ങളുടെ നല്ല യേശു കർത്താവേ. ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാത സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യേണ്ട കർത്താവേ. അതിനെ പ്രഭാതത്തിൽ അപ്പച്ചന്റെ തിരുമുഖത്തേക്ക് നോക്കുവാൻ തക്കോണം ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവ് സഹായിച്ച് അനുഗ്രഹിച്ചിരിക്കുക. സ്തോത്രം. ആമേ കർത്താവ് എത്രത്തോളം സമയം കർത്താവ് കരുതേ. ആമേ കർത്താവ് പുതിയ മാസം കർത്താവ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേറെ അനുഗ്രഹത്തിന്റെ മാസമാകട്ടെ. പ്രത്യേകിച്ച് ഞങ്ങൾ പ്രാർത്ഥനാധ്വനി ഹല്ലേലൂയ ഗ്രൂപ്പിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. അതിന്റെ എല്ലാ ചാപ്റ്റേഴ്സിനെയും ഏൽപ്പിക്കുകയാണ് അപ്പച്ച. ദൈവമേ, എല്ലാ ചാപ്റ്റേഴ്സിനും ലീഡ് ചെയ്യുന്ന ആമേ ദേവദാസന്മാരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആമേ കർത്താവേ, നാഥേ പ്രാർത്ഥനാധ്വനിയിൽ കൂടി കർത്താവ് അനേകർ ക്രിസ്തുവിനെ ദർശിക്കുന്നവരായി തീരട്ടെ കർത്താവേ. ആമേ കർത്താവേ, അനേകർ കർത്താവേ ഹല്ലേലൂയ ക്രിസ്തുവിലേക്ക് വേർതിരിയപ്പെട്ട് ആമേ കർത്താവ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഹല്ലേലൂയ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുവാൻ തക്കോണം കർത്താവ് അവിടുന്ന് പ്രവർത്തിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേനേറ്റപ്പാ നാഥ അങ്ങയുടെ നാമ മഹത്വത്തിനും പുകഴ്ചയ്ക്കും മാത്രമായി തീരട്ടെ. അമ്മേനേറ്റപ്പാ അങ്ങയുടെ രാജ്യത്തിന്റെ വിശുദ്ധിക്ക് വേണ്ടി മാത്രമായി തീരട്ടെ കർത്താവേ. യേശപ്പ നാഥ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ് കർത്താവേ. നാഥ തിരുമേനിയോടൊന്ന് പ്രവർത്തിക്കുമാറാകണം. ആമേക്കത്തിന് നേതൃത്വം നൽകുന്ന പ്രിയ ബെൻസംഭാഷയും കുടുംബത്തെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കുഞ്ഞുങ്ങളെ കർത്താവ് ശക്തിയോടെ ഉപയോഗിച്ചാട്ട് അമ്മയെ കർത്താവ് കുടുംബത്തെ കർത്താവ് മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണമേ. ആയിരിക്കുന്ന എല്ലാ പ്രതികൂല സാഹചര്യത്തിൽ നിന്നും കർത്താവ് വിടുവിച്ച അമ്മയെ കർത്താവേ നാഥ അധികമായിട്ട് കർത്താവ് മുന്നേറേണ്ടതിന്, അധികമായിട്ട് കർത്താവ് പിന്നെയും കർത്താവ് ദൈവവേലയിൽ വർധനവ് പ്രാപിക്കേണ്ടതിന് കർത്താവ് നിരദാസിനെ കുടുംബമായിട്ട് ഉപയോഗിച്ചാട്ട് കർത്താവേ അമ്മയത്ത് കർത്താവെ ലീഡ് ചെയ്യുന്ന എല്ലാ ദൈവദാസന്മാരെയും ഏൽപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ വലിയ ശക്തിയിൽ ആത്മാവിന്റെ വലിയ നിറവോടെ ലീഡ് ചെയ്യുവാന് കർത്താവെ തിരുമേനി സഹായിക്കുമാറാകണമേ. യേശപ്പ നാഥ കരങ്ങളിലേക്ക് കർത്തേൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. അതേപോലെ ഞങ്ങളുടെ ഇന്ത്യക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഇന്ത്യയുടെ സകല സ്റ്റേറ്റുകളെയും ഏൽപ്പിക്കട്ടെ. 28 സ്റ്റേറ്റുകളെയും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളെയും ഏൽപ്പിക്കട്ടെ കർത്താവെ. നല്ല കർത്താവെ നാഥ ഇന്ത്യ ഹല്ലേലൂയ പ്രിയ ദേവദാസി പറഞ്ഞതുപോലെ ഇന്ത്യ കർത്താവെ നാഥ ദൈവവചനം കൊണ്ട് നിറയപ്പെടട്ടെ കർത്താവെ. ദൈവവചനം കൊണ്ട് നിറയപ്പെടട്ടെ. ഇന്ത്യയിൽ മറ്റൊന്നിന് സ്ഥാനമില്ലാതെ ദൈവത്തിന്റെ വചനം കൊണ്ട് കർത്താവ് നിറയപ്പെടട്ടെ കർത്താവെ. ജനം മുഴുവൻ കർത്താവ് നാഥ ക്രിസ്തുവിലേക്ക് ഒന്ന് ആദായപ്പെടട്ടെ കർത്താവെ. നിത്യജീവനായി നിയമിക്കപ്പെട്ടവരൊക്കെയും അമ്മയെ കർത്താവിന്റെ വചനം കേട്ടു എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ നിത്യജീവനായി നിയമിക്കപ്പെട്ടിരിക്കുന്ന സകല വ്യക്തി ജീവിതങ്ങളും കർത്താവ് ക്രിസ്തുവിലേക്ക് ആദായപ്പെടട്ടെ കർത്താവെ. അതിനെ ഇന്ത്യയിൽ കാലിലെ കർത്താവിന്റെ വേല ചെയ്യുന്ന ആമേകത്തെ എല്ലാ ദൈവദാസന്മാരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആത്മാർത്ഥതയോടെ വിശ്വസ്തയോടെ ആമേ ദൈവരാജ്യത്തിന്റെ വിശുദ്ധിക്ക് വേണ്ടി കർത്തധ്വാനിക്കുവാൻ കർത്താവെ ഓരോരുത്തരെയും കർത്താവ് പിന്നെയും ബലപ്പെടുത്തുമാറാകണമേ. ആമേ കർത്താവ് പ്രത്യേകിച്ച് കർത്താവ് നാഥ ഞങ്ങൾ നോർത്ത് ഇന്ത്യ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. നോർത്ത് ഇന്ത്യയുടെ ദേശത്ത് കർത്താവെ ഉയർന്നു നിൽക്കുന്ന എല്ലാ പ്രതിസന്ധികളിൽ നിന്നും കർത്താവെ ദൈവരാജ്യത്തിന്റെ വിശുദ്ധിക്ക് ഹല്ലേലൂയ തടസ്സമായിട്ട് നിൽക്കുന്ന എല്ലാ പ്രതിസന്ധികളിൽ നിന്നും കർത്താവെ ആമേ കർത്താവ് ദേശങ്ങളെ കർത്താവ് വിടുവിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേ കർത്താവ് അങ്ങയുടെ കരം ഒന്ന് ചലിപ്പിച്ചാൽ മതി, അങ്ങൊരു വാക്കൊന്ന് കൽപ്പിച്ചാൽ മതി. ആമേ കർത്താവ് അത്ഭുതങ്ങൾ നടക്കും കർത്താവെ. അങ്ങൊന്ന് നോക്കിയപ്പോൾ കർത്താവെ ഹല്ലേലൂയ മുസ്ലിമിന്റെ രഥചക്രങ്ങൾ കർത്താവ് മണ്ണിൽ പൂണ്ടുപോയത് ഞങ്ങൾ അറിയുന്നു കർത്താവെ. അങ്ങനെയെങ്കിൽ കർത്താവ് നാഥ ഹല്ലേലൂയ ആമേ കർത്താവ് ഇവിടെയും കർത്താവ് പ്രവർത്തിപ്പാൻ എന്റെ ദൈവ ശക്തനായിരിക്കുക. സ്തോത്രം ചെയ്യട്ടെ കർത്താവെ. അതിന് എല്ലാ സ്റ്റേറ്റുകളിലും കർത്താവെ അങ്ങയുടെ വേല ചെയ്യുന്ന എല്ലാ മക്കളെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ആത്മഭാരത്തോടെ കർത്താവിന്റെ വേല ചെയ്യുവാനാ ആമേ കർത്താവെ ഓരോരുത്തരെയും കർത്താവ് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണം. 8 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും കർത്താവ് അങ്ങയുടെ വേല ചെയ്യുന്നവരെ കർത്താവെ അങ്ങ് അവിടുന്ന് ഓർക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേ കർത്താവ് പ്രതിസന്ധികളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്, എങ്കിലും കർത്താവ് എല്ലാ നടുവിലും കർത്താവ് അമ്മനിന്റെ യേശുവിന്റെ നാമത്തെ ഉയർത്തുവാൻ കർത്താവ് കൊടുത്തിരിക്കുന്ന കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യട്ടെ കർത്താവ്. ദേവദാസന്മാരെയും അവരുടെ കുടുംബങ്ങളെയും കർത്താവ് അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവേ, ഇന്ന് പകൽക്കാലവും അനേക ജീവിതങ്ങൾ കർത്താവ് രക്ഷിക്കപ്പെടുവാന്, അനേകർ കർത്താവ് സ്ഥാനത്തിനടുത്ത് തീരുമാനമെടുക്കുവാന് ആമേ കർത്താവേ അങ്ങ് സഹായിക്കുമാറാകണമേ. അനേകർ ഹല്ലേലൂയ പിന്മാറ്റക്കാർ മടങ്ങി വരേണ്ടതിന് അതിന് ഇന്നത്തെ ദിവസകാലം കർത്താവ് അവിടുന്ന് പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ ഞങ്ങൾ സകല പ്രാർത്ഥനാ വിഷയങ്ങളും താഴ്ത്തി സമർപ്പിക്കുകയാണ്. എന്റെ അപ്പച്ചനോടൊന്ന് പ്രാർത്ഥന കേട്ടിരിക്കുക സ്തോത്രം, ഉത്തരം അരുളിയിരിക്കുക സ്തോത്രം. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ പ്രാർത്ഥന കേട്ടു. ദൈവപ്രവൃത്തി അയച്ചിരിക്കാൻ സ്തോത്രം ചെയ്യാം.
സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. അടുത്താണ് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കറിയാം നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ വർഗീയ ശക്തികളും സുവിശേഷ വിരോധികളും ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. പിശാജിന്റെ രാജ്യത്തിൽ അംഗങ്ങളെ ചേർക്കുവാൻ അഹോരാത്രം പരിശ്രമിക്കുമ്പോൾ നമുക്ക് ദൈവമക്കളാൽ നമുക്ക് നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല, കോട്ടകളെ തകർക്കുവാൻ ദൈവസനിൽ ശക്തിയുള്ളവ തന്നെ പ്രാർത്ഥനയും ഉപവാസവും വിശ്വാസത്തോടെയുള്ള ദൈവിക പ്രവർത്തനങ്ങളിൽ നാം ഏർപ്പെടുമ്പോൾ ശക്തമായ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടും. നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ അതാണ്. അതുകൊണ്ട് നമുക്ക് ഉണർന്ന് പ്രാർത്ഥിക്കാം. നോർത്ത് ഇന്ത്യയിലെ ഒറീസ, ഛത്തീസ്ഗഡ്, UP തുടങ്ങിയ സ്റ്റേറ്റുകളിലെ പൈശാചിക ശക്തികൾ ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ദൈവദാസന്മാരെ ഉപദ്രവിക്കുകയും ആരാധനാലയങ്ങൾ തകർക്കുകയും ആരാധന തടസ്സപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പ്രവണത വർദ്ധിച്ചു വരികയാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ. ഛത്തീസ്ഗഡിൽ ദൈവപ്രവൃത്തി അയക്കണം, ഒറീസയിൽ, UPയിൽ എന്ന് വേണ്ട നോർത്ത് ഇന്ത്യയിലെ സ്റ്റേറ്റുകളിലെല്ലാം ദൈവപ്രവൃത്തി വെളിപ്പെടണം. ദൈവഭയം ജനത്തിനുണ്ടാകണം, ദൈവഭക്തി ജനത്തിനുണ്ടാകണം. ദൈവദാസന്മാരെ ഉപദ്രവിക്കുന്ന, ദൈവജനത്തെ ഉപദ്രവിക്കുന്ന ആരാധനാലയങ്ങൾ തകർക്കുന്ന പ്രവണതയ്ക്ക് ഒരു മാറ്റം ഉണ്ടാകണം. ദൈവഭീതി ജനത്തിന്മേൽ ദൈവം അയക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. പ്രത്യേക ഭരണാധികാരികളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ദൈവത്തിന്റെ വചനത്തിലുണ്ടല്ലോ. ഭരണാധികാരികൾ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത്. അതിക്രൂരമായി ദൈവദാസന്മാരെ ആരാധന നടക്കുമ്പോൾ, മീറ്റിംഗ് നടക്കുമ്പോൾ ഉപദ്രവിക്കുക. അതിനുശേഷം മതപരിവർത്തന നിരോധന ബില്ലിന്റെ മറവിൽ നിന്നുകൊണ്ട് കള്ളക്കേസിൽ കുടുക്കി ജയിലിലടയ്ക്കുക എന്നുള്ള ആ പ്രവണതകൾ വർദ്ധിച്ചു വരികയാണ്. അതുകൊണ്ട് നമുക്ക് ശക്തമായി പ്രാർത്ഥിക്കണം. ഏകദേശം ഇന്ത്യയിൽ 11 സ്റ്റേറ്റുകളിലാണ് മതപരിവർത്തന നിരോധന ബില്ല് പാസ്സാക്കിയിട്ടുള്ളത്. അത് ക്യാൻസൽ ചെയ്യപ്പെടണം. മാത്രമല്ല ദൈവദാസന്മാരെയും ദൈവജനത്തെയും വളരെ നിസ്സാരമായിട്ട് അതിക്രൂരമായി ഉപദ്രവിക്കുന്ന ആ ഒരു പ്രവണതയ്ക്ക് മാറ്റം വരണം. ദൈവത്തിന്റെ ഭീതി ദൈവം അവരിൽ അയക്കണം. ഇനി ഒരിക്കലും ഒരു ദൈവദാസന്മാർ ഉപദ്രവിക്കപ്പെടുവാൻ ഇടവരരുത്. അവരുടെ വേദന, അവരുടെ കുടുംബത്തിന്റെ വേദന നാം മനസ്സിലാക്കി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അനേക ദൈവദാസന്മാർ ജയിലായ നിമിത്തം അവരുടെ ഭാര്യമാർ, മക്കൾ അവർ ഒത്തിരി വേദനയിലാണ്. കാരണം ശുശ്രൂഷകന്മാർ പോയി കഴിയുമ്പോൾ അവർ അനാഥമാകുകയാണ്. താമസിക്കാൻ ഇടമില്ലാതെയും, ഭക്ഷിപ്പാൻ ഭക്ഷണമില്ലാതെയും, ധരിപ്പാൻ വസ്ത്രമില്ലാതെയും, അവരുടെ വിദ്യാഭ്യാസം തുടർന്നു കൊണ്ടുപോകാൻ നിവൃത്തിയില്ലാതെയും, അവരുടെ ഭാവി ജീവിതത്തിന് വേണ്ടി കരുതുവാനോ നോക്കുവാനോ അന്വേഷിക്കാനോ ആരുമില്ലാതെയും ഒട്ടനവധി ശുശ്രൂഷ കുടുംബങ്ങൾ വേദനിക്കുന്നുണ്ട്. അവരെ ഓർത്തും ഇത്തരുണത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു ദൈവിക വിടുതലയക്കുവാൻ പല സഭകളും ദൈവദാസന്മാർ ജയിലായ നിമിത്തം ക്ഷീണിതരായി അവർ ആത്മീയമായി പിന്മാറ്റ അവസ്ഥയിൽ പോകുന്ന അനുഭവങ്ങളുണ്ട്. ഏകദേശം 1400ഓളം പേരാണ് ഇന്ത്യയിലെ വിവിധ ജയിലിലായിരിക്കുന്നത്. ദൈവം അവരെ വിടിവിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ശക്തമായൊരു ദൈവപ്രവൃത്തി വെളിപ്പെടണം. പത്രോസിനെ ജയിലിൽ നിന്ന് വിടിവിച്ച ആ ദൈവത്തിന്റെ ശക്തിയും കരവും ഇന്ന് നിലനിൽക്കുന്നു എന്ന് നാം തിരിച്ചറിഞ്ഞ് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരുമെന്ന വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ. നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റിൽ വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ, ജയിലായിരിക്കുന്ന ദൈവദാസന്മാരെ ദൈവജനങ്ങൾ വിടുവിക്കപ്പെടുവാൻ, അവരെ കുടുംബങ്ങളെ ദൈവം സംരക്ഷിക്കുവാൻ, അവരെ ആവശ്യങ്ങൾ കൂടെയിരിക്കുവാൻ, അതുപോലെ ആരാധനാലയങ്ങൾ തകർക്കുവാൻ സുവിശേഷ വിരോധികളെ ദൈവം അനുവദിക്കരുത്. ദൈവത്തിന്റെ സംരക്ഷണം ദൈവദാസന്മാരുടെ മേൽ ആരാധനാലയങ്ങളിൽ ഉണ്ടാകണം. അതുപോലെ ജയിലിലായിരിക്കുന്ന കുടുംബങ്ങൾ, ദൈവസഭകളിൽ ദൈവദാസന്മാർ ജയിലിലായിരിക്കുന്നത് കൊണ്ട് സഭകളൊക്കെ ക്ഷീണിച്ച് തളർന്നു പോകാതെ അവർ ശക്തമായിട്ട് അവരെ ഉത്സാഹത്തോടെ കഷ്ടം സഹിക്കുവാൻ കൃപ നൽകുവാൻ, ക്ഷീണിതരായി തളർന്നു പോകാതെ ദൈവത്തിന്റെ കൃപയും ദൈവിക ആശ്വാസവും ദൈവിക സമാധാനവും അവരിൽ വാഴേണ്ടതിനായിട്ട് അവരെല്ലാം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന ശക്തമായ ആത്മീയ ഉണർവ് നമ്മുടെ ഇന്ത്യയിൽ ദൈവം അയക്കണം. ഒരു ആത്മീയ ഉണർവ് ദൈവം ഇന്ത്യയിൽ അയക്കുമ്പോൾ പാപികൾ മാനസാന്തരപ്പെടും, രോഗികൾ സൗഖ്യം പ്രാപിക്കും, ദൈവരാജ്യം എന്ന് പറയുന്ന ബദ്ധന്മാർ വിടിവിക്കപ്പെടുന്ന, കുരുട്ട് കണ്ണുകൾ തുറക്കപ്പെടുന്ന, പൈശാചിക പീഡനത്തിൽ ഇരിക്കുന്നവർ വിടിവിക്കപ്പെടുവാൻ, അങ്ങനെ ദൈവരാജ്യത്തിന്റെ അനുഭവം നമ്മുടെ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും ഉണ്ടാകണം. യേശുവിന്റെ നാമത്തിന് മഹത്വം വെളിപ്പെടണം, സുവിശേഷത്തിന് ശക്തി വെളിപ്പെടണം, ദൈവിക വിടുതൽ ജനം അനുഭവിക്കണം. ദൈവ അപ്പസ്തോലന്മാരാ നടന്ന വീര്യപ്രവൃത്തികൾ നിമിത്തം ദേശത്ത് മഹാഭയമുണ്ടായി എന്ന് വചനത്തിൽ വായിക്കുന്നത് പോലെ ഇന്ത്യ രാജ്യം ദൈവത്തിന്റെ പ്രവൃത്തി
ദൈവപ്രവൃത്തിയിൽ വിറയ്ക്കണം. ദൈവനാമത്തെങ്കിൽ ഇന്ത്യ രാജ്യം വിറയ്ക്കണം. പൈശാചിക കോട്ടകൾ തകർന്നു മാറണം. പൈശാചിക പദ്ധതി എന്ന് പറയുന്നത് ദൈവദാസന്മാരെ തകർത്ത് കളയുക, ദൈവജനത്തെ തകർത്ത് കളയുക, ആരാധനാലയങ്ങൾ തകർത്ത് കളയുക, സുവിശേഷവും യേശുവിന്റെ നാമവും അത് ഉന്മൂലം വരുത്തുക എന്നുള്ളതാണ്. ആ ഒരു പ്രവണതയിൽ നമുക്ക് പോരാടുവാൻ നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആരെങ്കിലും ഒരാൾ ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമേ. സ്തോത്രം സ്തോത്രം. നല്ല ദൈവമേ, സ്വർഗ്ഗപിതാവേ, കർത്താവേ, സുവിശേഷ സ്വാതന്ത്ര്യമില്ലാത്ത രാജ്യങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ, നോർത്ത് ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും കർത്താവേ സുവിശേഷത്തിന് കർത്താവേ തടസ്സമായി നിൽക്കുന്ന എല്ലാ ശത്രുവിന്റെ പോരാട്ടത്തിൽ നിന്നും വിടുതൽ പായിപ്പാൻ ദൈവമേ ഇടയാക്കുമാറാണമേ പ്രാർത്ഥിക്കുന്നു. ഛത്തീസ്ഗഡിനായി പ്രാർത്ഥിക്കുന്നു, ഒറീസയ്ക്കായി പ്രാർത്ഥിക്കുന്നു, യുപിക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, എവിടെയൊക്കെയും സുവിശേഷത്തിന്റെ വാതിൽ അടഞ്ഞുകൊണ്ടിരിക്കുന്ന നാളുകളിലെ കർത്താവേ സുവിശേഷ വിരോധികളെ അവിടുത്തെ സുവിശേഷ സ്നേഹികളായി രൂപാന്തരപ്പെടുത്തുമാറാണമേ പ്രാർത്ഥിക്കുന്നു. RSSന്റെയും മറ്റും കർത്താവേ ദൈവമേ പീഡനങ്ങൾ കർത്താവേ കർത്താവിന്റെ ദാസന്മാർക്കും സഭയ്ക്കും കർത്താവേ എതിരായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാളുകളിൽ കർത്താവേ ദൈവമേ അവിടുന്ന് ജീവിതങ്ങളോട് ഇടപെടുമാറാണമേ പ്രാർത്ഥിക്കുന്നു. ശത്രുവിന്റെ തലയെ തകർത്തരുമനാഥൻ അവിടുന്ന് ആകയാല് കർത്താവേ ദൈവദാസന്മാർക്കും ദൈവമേ നേരിട്ടുകൊണ്ടിരിക്കുന്ന പീഡനങ്ങളിൽ നിന്ന് കർത്താവേ ഒരു മോചനം ഉണ്ടാകുവാൻ ഇടയാക്കണമേ. ജയിലറകളിലായി കഴിയുന്ന ദൈവദാസന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. അവർക്ക് കർത്താവേ ഏറ്റവും വേഗം ഒരു മോചനം അവിടെ നൽകുമാറാണമേ പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. അവർക്ക് സ്വസ്ഥതയും സമാധാനവും കർത്താവേ സ്വാതന്ത്ര്യവും അവിടെ നൽകുമാറാണമേ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ദൈവമേ സഭകൾക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവമേ ആ സഭകളൊന്നും നഷ്ടപ്പെട്ടു പോകേണ്ടിയാകാതെ വണ്ണം കർത്താവേ അവിടുന്ന് കർത്താവേ ആത്മാക്കളെ അവിടുന്ന് നിലനിർത്തുമാറാണമേ പ്രാർത്ഥിക്കുന്നു. ദൈവമേ കർത്തദാസന്മാർ അവിടുത്തെ വകയാണല്ലോ. ദൈവമേ സഭ അവിടുത്തെ ആണല്ലോ. ആത്മാക്കൾ അവിടുത്തെ ആണല്ലോ. അവിടുന്ന് കർത്താവേ ദൈവമേ ഒരു ആത്മാവ് പോലും നഷ്ടപ്പെട്ടു പോകുവാൻ ഇടയാകല്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ വിശാലത അവിടുന്ന് വരുത്തുമാറാണമേ പ്രാർത്ഥിക്കുന്നു. സുവിശേഷത്തിന് അനുകൂലമായ ഒരു ഭരണകൂടം ഉണ്ടാകുവാൻ ഇടയാക്കുമാറാണമേ പ്രാർത്ഥിക്കുന്ന കർത്താവേ ദൈവമേ ഭരണാധികാരികളോട് അവിടുന്ന് ഇടപെടുമാറാണമേ, അവിടുന്ന് നിയന്ത്രിക്കുമാറാണമേ. അനുകൂലമായ ഒരു സാഹചര്യം കർത്താവേ ഉണ്ടാകുവാൻ ഇടയാക്കുമാറാണമേ പ്രാർത്ഥിക്കുന്ന കർത്താവേ ദൈവമേ പൗത്രോസിനെ കർത്താവേ ജയിലറയിൽ നിന്ന് വിടുവിച്ച ദൈവം ആണല്ലോ. കർത്താവേ ദൈവദാസന്മാർക്ക് ഒരു വിടുതല് കർത്താവേ അവിടെ നൽകുമാറാണമേ പ്രാർത്ഥിക്കുന്ന കർത്താവേ അന്ധകാരം മാറുവാൻ അത്ഭുത പ്രകാശത്തിലേക്ക് കർത്താവേ ജീവിതങ്ങൾ കടന്നു വരുവാൻ ഇടയാക്കുമാറാണമേ പ്രാർത്ഥിക്കുന്ന കർത്താവേ ദൈവമേ ദേശങ്ങളിലെ കർത്താവേ രാജ്യങ്ങളിലെ ഒരു ഉണർവ് അവിടെ നയിക്കുമാറാണമേ പ്രാർത്ഥിക്കുന്ന കർത്താവേ ദൈവമേ അവിടുന്ന് ഇടപെടുമാറാണമേ. സുവിശേഷത്തിന്റെ വാതിൽ തുറന്ന് കർത്താവേ അവിടുന്ന് നൽകുമാറാണമേ പ്രാർത്ഥിക്കുന്ന പശ്ചാ അതിനെതിരായി പ്രവർത്തിക്കുന്ന ജീവിതങ്ങളോട് അവിടുന്ന് ഇടപെടുമാറാണമേ പ്രാർത്ഥിക്കുന്നു. കല്ലുപോലെ ഉള്ളങ്ങളെ മെഴുകുപോലെ അവിടുന്ന് ഒരുക്കുമാറാണമേ പ്രാർത്ഥിക്കുന്ന കർത്താവേ സുവിശേഷ വിരോധികൾ സുവിശേഷ സ്നേഹികളാക്കി കർത്താവേ അവിടുന്ന് കർത്താവെ രൂപാന്തരപ്പെടുത്തുമാറാണമേ പ്രാർത്ഥിക്കുന്ന പശ്ചാ ദൈവമേ അതിവേഗം ഓടുന്ന വചനമയച്ച് കർത്താവേ അവിടുന്ന് ജീവിതങ്ങൾക്ക് വിടുതല് അവിടെ നൽകുമാറാണമേ പ്രാർത്ഥിക്കുന്ന കർത്താവേ അവിടുത്തെ നാമം മഹത്വമെടുക്കുവാൻ ദൈവമേ കർത്താവേ അനേക ആത്മാക്കൾ ആദായമായി തീരുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ ഇനി സ്വാതന്ത്ര്യത്തോടെ സമാധാനത്തോടെ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി അധികമായി പ്രവർത്തിക്കുവാൻ കർത്താവിന്റെ ദാസന്മാരെ പിന്നെയും അവിടുന്ന് കരങ്ങളിൽ ഉപയോഗിക്കുമാറാണമേ പ്രാർത്ഥിക്കുന്ന കർത്താവേ ദൈവമേ എല്ലാ പ്രതികൂലങ്ങളും മാറുവാൻ കർത്താവേ തടസ്സങ്ങളെല്ലാം മാറുവാൻ ഇടയാക്കുമാറാണമേ പ്രാർത്ഥിക്കുന്നു. വിശാലതയെ പൂർത്തി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പശ്ചാ പ്രാർത്ഥന യാതനം കേട്ടിരിക്കായ സ്തോത്രം സർവേശ ക്രിസ്തുനാമത്തിൽ അപേക്ഷിക്കുന്ന കരുണയോട് പോലും കേൾക്കുമാറാണമേ. ആമേൻ. സ്തോത്രം. കർത്താവിനോട് പ്രാർത്ഥന കേട്ടതിനാൽ ദൈവനാമത്തിന് മഹത്വം കൊടുക്കാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. നമുക്കറിയാം തായ്ലൻഡ്, തെക്ക് കിഴക്കൻ മ്യാൻമാർ എന്നീ സ്ഥലങ്ങളില് ഭൂകമ്പം നടന്നിരിക്കുകയാണ്. ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു, അനേക കെട്ടിടങ്ങൾ തകർന്നു, ഉടയവർ നഷ്ടപ്പെട്ടവരുടെ വേദന വലിയതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെയുള്ള ജനത്തെ ദൈവം ആശ്വസിപ്പിക്കേണ്ടതിനും ദൈവിക സമാധാനം അവരിൽ പകരേണ്ടതിനും ഇങ്ങനെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാനും നമുക്ക് പ്രാർത്ഥിക്കാം. അത് പ്രാർത്ഥിക്കേണ്ട നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ ഇന്ത്യ ലോകത്തെമ്പാടും പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. വലിയ ദൈവപ്രവൃത്തി ദൈവം അയക്കേണ്ടതിനായിട്ട്
ഈ വിഷയത്തിന് വേണ്ടി നമുക്ക് ആരെങ്കിലും ഒരാൾ ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധരമായ ദൈവമേ, സ്വർഗസ്ഥപിതാവേ, ഈ സമയത്താണ് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്ന കർത്താവേ. അപ്പച്ചന്റെ പാദപീഠത്തിൽ കർത്താവെ അടിയങ്ങൾ അടുത്ത് വരുന്നു. സ്തോത്ര ഹല്ലേലൂയ. ദൈവമേ, ഈ ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രകൃതി ദുരന്തങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം. അനേകായിരങ്ങൾക്ക് പെട്ടെന്നുള്ള മരണത്തിൽ നീ ഭൂമിയുടെ പരപ്പിൽ നിന്ന് മാറ്റപ്പെട്ടു പോയല്ലോ കർത്താവെ സ്തോത്രം. നിന്റെ കുഞ്ഞുങ്ങളായ ഞങ്ങളെ ഇത്രത്തോളം സൂക്ഷിച്ച ദൈവത്തിന്റെ ദയക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്ന കർത്താവെ ഹല്ലേലൂയ. പ്രകൃതി ദുരന്തത്തിൽ നിന്ന് കർത്താവെ സ്തോത്ര ഹല്ലേലൂയ. ഞങ്ങളുടെ ഇന്ത്യയും മറ്റുള്ള ദേശങ്ങളെയും കർത്താവ് വിടുവിക്കുമാറാകണമെന്നോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം. ഓരോ ദിവസവും നിന്റെ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കുന്ന ദൈവത്തിന്റെ ദയക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്ന കർത്താവെ. പിന്നെയും ഭൂകമ്പം കർത്താവ് ഉണ്ടായല്ലോ. കഴിഞ്ഞ ദിവസവും കർത്താവ് ഭൂകമ്പം ആ സൈഡുകളിൽ ഉണ്ടായല്ലോ. പെട്ടെന്ന് കർത്താവുള്ള ഈ മരണത്തിൽ കർത്താവ് പ്രയാസത്തിൽ നിന്ന് അനേകായിരങ്ങളാണ് കർത്താവ് ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയത് കർത്താവെ സ്തോത്രം. ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ സ്തോത്ര ഹല്ലേലൂയ. ഇന്ത്യ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, പലപ്പോഴും ഇന്ത്യയിലും പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നുണ്ട്, കേരളത്തിലും ഉണ്ടാകുന്നുണ്ട് കർത്താവെ സ്തോത്ര ഹല്ലേലൂയ. എല്ലാ സ്റ്റേറ്റുകളെയും ഹല്ലേലൂയ, ദേശങ്ങളെയും കർത്താവ് പരിപാലിക്കുമാറാകണമേ. പ്രത്യാൽ അവിടെയുള്ള ദൈവദാസന്മാരെയും ദൈവകുഞ്ഞുങ്ങളെയും കർത്താവ് പരിപാലിക്കുമാറാകണമേ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ പ്രാർത്ഥന യാചന അപ്പച്ചൻ കേട്ടതിനാട് സ്തോത്രം ഹല്ലേലൂയ. മാനവത്വം അങ്ങേക്ക് തന്നെ ഇരിക്കട്ടെ. യേശു ക്രിസ്തു നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപകൾക്കുമാറാകണമേ. ആമേൻ. കർത്താവിനോട് സ്തോത്രം ചെയ്യാം. നമുക്കറിയാം നമ്മുടെ ബന്ധുക്കോസിലെ തലമുറകളും ഒരു സഹോദരി ആരാണ്ട് ഒരാൾ ഒരു പ്രാർത്ഥനാ വിഷയം ഓർത്ത് പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞു. തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് കഴിഞ്ഞ ദിവസം എന്നോട് ഇങ്ങനെ ഭൂകമ്പം ഇങ്ങനെ ദൈവമാത്മാ അങ്ങനെ പറഞ്ഞായിരുന്നു. അതിനുശേഷം മ്യാൻമാറിൽ ഭൂകമ്പം ഉണ്ടായത്. ഇന്നിപ്പോ വെളുപ്പിന് എന്നോട് പറഞ്ഞു ഉരുൾപൊട്ടലെന്ന്. അപ്പൊ ആ വിഷയം വെച്ച് ശക്തമായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് വേണ്ടിയിട്ട് ഞാൻ നമുക്ക് കൂടെ പ്രാർത്ഥിക്കാം. സിസ്റ്റർ പറഞ്ഞ വിഷയം കേട്ടല്ലോ. ഉരുൾപൊട്ടൽ ഉണ്ടാകാൻ വർഷകാലം വരുവാണല്ലോ, സാധ്യത ദൈവാത്മാവ് കാണിച്ചു കൊടുത്തു. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കൂടെ തന്നെ ഏറ്റവും വലിയൊരു ദുരന്തം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയില്, കേരളത്തിൽ ഈ നാളുകളില്, ഇന്ത്യയില്, ലോകത്തെമ്പാടും മയക്കുമരുന്നിന്റെ അടിമകളായി ഇപ്പോഴത്തെ യുവതലമുറ തീരുന്നു എന്നുള്ളത് ഒരു മഹാദുരന്തമായി തീർന്നിരിക്കുകയാണ്. മറ്റേത് ദുരന്തത്തെക്കാൾ വലിയ ദുരന്തം അതാണ്. കുഞ്ഞുങ്ങൾ, സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ മുതൽ 10-12 വയസ്സുള്ള കുഞ്ഞുങ്ങളുടെ കയ്യിലൊക്കെ ഇപ്പോൾ മയക്കുമരുന്നാണ്, MDMA ആണ്. അങ്ങനെ നമ്മുടെ തലമുറകൾ സുബോധമില്ലാതെ ലക്ഷ്യം പിഴച്ച് ബന്ധക്കോസിന്റെ തലമുറകളും മറ്റിതര തലമുറകളും എല്ലാം നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. മാത്രമല്ല അതുകൊണ്ട് കൊലപാതകങ്ങൾ പെരുകുന്നു, അതിക്രമങ്ങൾ പെരുകുന്നു, മോഷണം പെരുകുന്നു. കാരണം ഇവർക്ക് പൈസ ഇല്ലാത്ത നിമിത്തം അവർ വീട്ടിലുള്ള പണം മോഷ്ടിക്കുന്നു, മറ്റുള്ളവരെ ഉപദ്രവിച്ച് പണം കൈക്കലാക്കുന്നു, മോഷണം വർദ്ധിക്കുന്നു, കൊലപാതകം വർദ്ധിക്കുന്നു, പീഡനങ്ങൾ വർദ്ധിക്കുന്നു. അങ്ങനെ പല പ്രശ്നത്തിനെയും അടിസ്ഥാന കാരണം ലഹരിക്കടിമയാകുന്ന തലമുറയാണ്. അങ്ങനെ തലമുറകൾ നശിക്കുമ്പോൾ മാതാപിതാക്കൾ വേദനിക്കുന്നു, സഭകൾ വേദനിക്കുന്നു, ദൈവനാമം ദുഷിക്കപ്പെടുന്നു. ബന്ധക്കോസിന്റെ തലമുറകളെ ദൈവം സംരക്ഷിക്കുവാൻ, പാപപ്രവൃത്തിയിൽ നിന്ന്, പാപത്തിന്റെ സുഖത്തിൽ നിന്ന് അവർ വിട്ടോടുവാൻ, യൗവനമോഹങ്ങളെ വിട്ടോടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സമൂഹത്തെ കാർന്നു നിന്നുന്ന ഈ മയക്കുമരുന്നിൽ നിന്നൊരു വിടുതൽ നമ്മുടെ സമൂഹത്തിനുണ്ടാകണം. ഡി അഡിക്ഷൻ സെന്ററുകളിലൊക്കെ സ്ഥലമില്ലാതെ വണ്ണം അത്രയധികം മയക്കുമരുന്ന് അടിമകളായി അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു മഹാദുരന്തമായി തീർന്നിരിക്കുന്നു. നമുക്ക് ശക്തമായി പ്രാർത്ഥിക്കാം ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ. ഇതൊരു പൈശാചിക തന്ത്രമാണ്. മാനവജാതിയെ നിത്യനരകത്തിലേക്ക് വലിച്ചിഴക്കേണ്ടതിനെ നശിപ്പിച്ചു കളയേണ്ടതിനുള്ള പൈശാചിക തന്ത്രം. അതിനെതിരെ നാം ജാഗ്രതയോടെ ഈ നാളിൽ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. വളരെ ആത്മഭാരത്തോടെ, കണ്ണുനീരോടെ നമ്മുടെ തലമുറ നശിച്ചു പോകാതിരിക്കാൻ. ബന്ധക്കോസ്തിന്റെ തലമുറകൾ അനേകരെ ക്രിസ്തുവിന്റെ വെളിച്ചത്തിലേക്ക് നയിക്കേണ്ടവരാണ്. പക്ഷെ അവരും പാപത്തിന്റെ പ്രവൃത്തിയിൽ നശിക്കുന്നു എന്നത് വേദനാജനക ഒരവസ്ഥയാണ്. നമുക്ക് വളരെ കണ്ണുനീരോടെ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ സഭകളിലെ യുവാക്കന്മാർ ദൈവത്തെ ഭയപ്പെടണം, ദൈവത്തിൽ ജീവിക്കണം. അതുപോലെ നമ്മുടെ സമൂഹം മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി നശിക്കാതെ വണ്ണം ദൈവം ഒരു വിടുതൽ അയക്കേണ്ടതിന് പൈശാചിക തന്ത്രങ്ങൾ തകർന്നു മാറി ദൈവപ്രവൃത്തി വെളിപ്പെട്ട് അനേകർ ക്രിസ്തുവിൽ വിശ്വസിക്കണം. യുവാക്കന്മാർ യേശുവിൽ വിശ്വസിച്ച് നിത്യരക്ഷ പ്രാപിക്കുന്നവരായി തീരണം. ഈ രണ്ട് വിഷയം സിസ്റ്റർ പറഞ്ഞ വിഷയവും ഈ വിഷയത്തിന് വേണ്ടി ആരെങ്കിലും ശബ്ദമുയർത്തി പ്രാർത്ഥിക്കണമേ. ആമേൻ ആമേൻ. സ്തോത്ര 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 സ്തോത്ര. നാൾ തോറും ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്ന
നല്ലവനായ കർത്താവെ, നല്ല സമയത്തെ ഓർത്ത് കർത്താവിന് നന്ദിയോടെ സ്തുതിക്കുന്ന നന്ദിയോടെ വാഴ്ത്തുന്ന കർത്താവെ, അങ്ങയുടെ സന്നിധിയിലേക്ക് സ്തോത്രത്തോട് കർത്താവെ ഹല്ലേലൂയ ഹല്ലേലൂയങ്ങളെ സമർപ്പിക്കുകയാണ് കർത്താവെ. ദൈവത്തിന്റെ കൃപയല്ലാതൊന്നുമില്ല, ശുഭചാങ്ങയുടെ കരുണയല്ലാതൊന്നുമില്ല കർത്താവെ. നടത്തുന്ന വിധങ്ങൾക്കായി നന്ദി പറയുന്ന നന്ദിയോടെ സ്തുതിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിലേക്ക് സ്തോത്രത്തോട് ലീഡ് ചെയ്യുവാൻ ദാസിയെ ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം കർത്താവെ. അങ്ങയുടെ കരങ്ങളിലേക്ക് പറയപ്പെട്ടതായ വിഷയങ്ങളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവിന്റെ സന്നിധിയിലേക്ക് സ്തോത്രത്തോട് കർത്താവെ ലഹരിയമാക്കിയെതിരെ കർത്താവെ ഹല്ലേലൂയ ദൈവത്തിന്റെ ഒരു പ്രവൃത്തി ഉണ്ടാകുവാൻ തക്കണം ദൈവം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കണം കർത്താവെ. അനേക കർത്താവ് യൗവന തലമുറകൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കർത്താവെ അതിനൊക്കെ കർത്താവെ ഹല്ലേലൂയ അതിൻ്റെതായ കർത്താവെ ഹല്ലേലൂയ സ്തോത്രം ആളുകൾ കർത്താവെ ഹല്ലേലൂയ ഇതിനൊക്കെ കർത്താവെ വിപണികളാക്കി മാറ്റുന്നതും അതുപോലെ കർത്താവെ ഹല്ലേലൂയ മയക്കുമരുന്നുകൾ കൊടുത്ത് കർത്താവെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വശത്താക്കുന്നതും കർത്താവ് അനേകര് കർത്താവെ വീട്ടിൽ കർത്താവെ സ്വസ്ഥത തരാതെ കർത്താവെ ഹല്ലേലൂയ നശിച്ചു പോകുന്ന അവസ്ഥയിലേക്കാവുന്നതും ഒക്കെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സ്തോത്രത്തോടെ സമർപ്പിക്കുകയാണ്. ദൈവത്തിന്റെ പ്രവൃത്തി കർത്താവെ വെളിപ്പെടണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. അനേകരെ കർത്താവെ നിത്യനരകത്തിലേക്ക് കർത്താവെ തള്ളിയിടുന്നതായി ഈ പ്രവണതയെ കർത്താവെ അങ്ങേ കരങ്ങളിലേക്ക് ഞങ്ങൾ സ്തോത്രത്തോടെ സമർപ്പിക്കുകയാണ്. അതിനുള്ള മുഖാന്തരങ്ങളെ കർത്താവ് മാറ്റണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സന്നിധിയിലേക്ക് സ്തോത്രത്തോട് കർത്താവെ സമർപ്പിക്കുകയാണ്. ദൈവപ്രവൃത്തി കർത്താവ് വെളിപ്പെടുത്തണമേ. എന്റെ യേശുവച അങ്ങയുടെ സന്നിധിയിലേക്ക് കർത്താവെ സ്തോത്രത്തോടെ സമർപ്പിക്കുമ്പോൾ കർത്താവെ പെന്തക്കോസ്ത് തലമുറയെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കട്ടെ. അതുപോലെ കർത്താവ് മറ്റുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കട്ടെ. ദൈവത്തിന്റെ പ്രവൃത്തി കർത്താവ് വെളിപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന നാഥ അങ്ങേ കരങ്ങളിലേക്ക് സ്തോത്രത്തോട് ഞങ്ങളുടെ കർത്താവ് എല്ലാ തലമുറകളെയും സമർപ്പിക്കുകയാണ്. ദൈവീയ കൃപയുടെ മറയിൽ കർത്താവ് മറച്ച് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേക കർത്താവെ ഹല്ലേലൂയ സ്തോത്രം കർത്താവെ. ദൈവമേ കർത്താവെ ലോകത്ത് കർത്താവെ ഹല്ലേലൂയ പലയിടങ്ങളിലും കർത്താവെ പ്രത്യേക മലയോര പ്രദേശങ്ങളിലും ഉരുൾപൊട്ടലിനുള്ള സാധ്യതകളൊക്കെ കർത്താവെ കാണുന്നല്ലോ കേൾക്കുന്നല്ലോ. ദൈവകരങ്ങളിലേക്ക് സ്തോത്രത്തോടെ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ദൈവമേ വീണ്ടും കർത്താവെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് സ്തോത്രത്തോടെ കർത്താവെ സമർപ്പിക്കുക. അല്ലാതെ ഞങ്ങൾക്ക് കർത്താവെ മറ്റൊന്നുമില്ലേ ശോഭ. അങ്ങയുടെ കരങ്ങളിലേക്ക് കർത്താവെ പറയപ്പെട്ട വിഷയങ്ങളുടെ മുഖത്തൊക്കെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തി കർത്താവ് അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന ഘട്ടത്തിനായി വാഴ്ത്തുന്നു യേശു ക്രിസ്തുവിന്റെ മഹത്വമുള്ള നാമത്തിൽ തന്നെ. നാമത്തിന് മഹത്വം കൊടുക്കാം. സ്തോത്രം വിഷയം ഷെയർ ചെയ്യാവുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഈ മാസം 16-ാം തീയതി എന്റെ പേര് അനു തോമസ്. എന്റെ മകളുടെ വിവാഹം ഹന്ന സൂസൻ തോമസിന്റെ വിവാഹം നിശ്ചയം 16-ാം തീയതിയും 23-ാം തീയതി വിവാഹവുമാണ്. എല്ലാ ദൈവമക്കളും പ്രത്യേകമായിട്ട് ദൈവദാസന്മാരെല്ലാവരും പ്രാർത്ഥിക്കണം. അതുപോലെ മനു തോമസിന്റെ പേപ്പർ വർക്കുകളൊന്നും ആയിട്ടില്ല, അവിടെ ഇപ്പൊ അവധിയാ. എങ്കിലും ദൈവത്തിന് കഴിയാത്ത ഒന്നുമില്ലല്ലോ. കുഞ്ഞ് വിഷമത്തോടെ ആയിരിക്കുകയാണ്. ഒരു സഹോദരി മാത്രമല്ല ഉള്ളൂ. അതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരും ഈ വിഷയത്തെ ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമേ. കുഞ്ഞിന് കടന്നു വരുവാനുള്ള എല്ലാ അവസരങ്ങളും ദൈവം ഒരുക്കേണ്ടതിനായി പ്രത്യേകമായി പ്രാർത്ഥിക്കണം. നമ്മൾ കേട്ടല്ലോ സിസ്റ്റർ അനു പറഞ്ഞ പ്രാർത്ഥന വിഷയം മോളുടെ വിവാഹം. വിവാഹം 16 എൻഗേജ്മെന്റ്, അതുപോലെ 24 അല്ലെ വിവാഹം നടക്കുന്നു. കർത്താവ് 23 വിവാഹം നടക്കുന്നു. അത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ആ ശുശ്രൂഷ നടക്കേണ്ടതിനായിട്ട്, ദൈവിക നിയന്ത്രണമായ ശുശ്രൂഷയിൽ ഉണ്ടാകേണ്ടതിനായിട്ട് ഒരു തടസ്സവും കൂടാതെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ നടക്കാൻ പ്രാർത്ഥിക്കാം. മനു തോമസ് മോന്റെ പേപ്പർ വർക്കുകളൊക്കെ നടന്ന് ദൈവത്തിന്റെ ഹിതപ്രകാരം എത്തേണ്ട രാജ്യത്തിലെത്തുവാൻ ദൈവം സഹായിക്കേണ്ടതിനായിട്ട് ഈ 2 വിഷയങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ പ്രവൃത്തി ദൈവം വെളിപ്പെടുത്തേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. ആർക്കെങ്കിലും ഒരാൾക്ക് ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാമല്ലോ. സ്തോത്രം മഹാലക്ഷ്യപിതാവേ, ഈ നല്ല പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഒരുമിച്ച് കൂടിയ സമയമുണ്ട് കർത്താവേ. എന്റെ ദൈവത്തിന്റെ സാന്നിധ്യത്തിനകത്ത് കൂടിയിരിക്കുന്നു നന്മയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. അടിയനെ സമ്പൂർണ്ണമായി ദൈവത്തിനെ താഴ്ത്തുന്നു കർത്താവെ. പ്രാർത്ഥനയുടെ അനുഗ്രഹത്തിന് തടസ്സമായി എന്റെ ജീവിതത്തിന്റെ പോരായ്മകൾ എന്റെ യേശുവിനോട് വിശ്വസിക്ക് വരണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. പ്രത്യേകിച്ച് കർത്താവെ പറഞ്ഞ വിഷയത്തിനോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. ദൈവമേ ദിവസങ്ങളിലൊക്കെ കർത്താവെ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളാണല്ലോ. എന്റെ അപ്പച്ചന് അസാധ്യമായിട്ട് ഒന്നുമില്ല കർത്താവെ. ദൈവത്തിന്റെ പ്രവൃത്തി അതിനകത്ത് വെളിപ്പെടുത്തുന്ന നന്മയ്ക്കായി സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് വിശ്വസിക്കുന്ന എന്റെ കർത്താവിന്റെ കരം ഹല്ലേലൂയ അതിനകത്ത് ചലിച്ചുകൊണ്ടിരിക്കുന്ന നന്മയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. അധികാരികളുടെ ഹൃദയത്തിൽ
ജീവിതത്തിലൂടെ ഇടപെടുന്ന ദൈവം ഒരു അത്ഭുതം ചെയ്യുന്ന നന്മയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവെ, ആ പ്രിയ പൈതൽ കർത്താവെ, അല്ലെങ്കിൽ പേപ്പർ വർക്കുകൾ, കാര്യങ്ങള്, അടിസ്ഥാന ക്രമീകരണങ്ങളൊക്കെ ഒരുക്കി കൊടുത്ത പ്രിയ പൈതൽ കർത്താവെ, അല്ലെങ്കിൽ സഹോദരിയുടെ വിവാഹത്തിന് കടന്നു വരുവാൻ ദൈവം സഹായിക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ ഹൃദയത്തിന്റെ വേദന അറിയുന്ന ഒരു ദൈവമുണ്ട് കർത്താവെ, ദൈവം ആ വിഷയത്തിനകത്ത് ഒരു അത്ഭുതം ചെയ്യുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഐക്യമത്യത്തോടെ കർത്താവെ ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ കരം അതിനകത്ത് ദൈവമേ ചലിക്കണമേ. ഈ ദിവസങ്ങളിൽ തന്നെ എന്റെ കർത്താവിന്റെ കരം അതിനകത്ത് ചലിച്ച് പ്രിയ പൈതൽ മഴ കടന്നു വന്ന് കർത്താവെ ഹല്ലേലൂയ ആ വിവാഹത്തിൽ പങ്കെടുക്കുവാൻ കാര്യങ്ങളെ ക്രമീകരിക്കാനൊക്കെ ദൈവം ഇടയാക്കുമാറാണെന്ന് എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രത്യേകിച്ച് ആ വിവാഹത്വം കർത്താവെ, നിശ്ചയം വിവാഹവും ഒക്കെ കർത്താവെ നല്ല രീതിയിൽ നടക്കുവാൻ എന്റെ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നത്. ഏറ്റവും മംഗളകരമായി നടക്കട്ടെ കർത്താവെ. യാതൊരു പ്രയാസങ്ങളോ ഭാരങ്ങളോ ഒന്നും ഉണ്ടാകുവാൻ അനുവദിക്കാതെ വേണം എന്റെ കർത്താവിന്റെ ഉള്ളം കരുത്തിൽ അവിടുന്ന് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. കുടുംബമായി നിന്റെ മക്കളെ ആദരിക്കണമേ, പ്രിയസിസ്റ്ററിനോട് കരുണണമേ. ദിവസങ്ങൾ കർത്താവ് വേദനപ്പെടുന്ന വിഷയങ്ങൾക്കെല്ലാം വ്യക്തമായ മറുപടി സ്വർഗം അവിടുന്ന് കൽപ്പിക്കുന്ന നന്മയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവെ. എന്നെ പ്രിയ മനുവിനെ ഒരു പ്രാവശ്യം കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പൈതലിന്റെ പേപ്പർ വർക്കുകൾ ഈ ദിവസങ്ങളിൽ തന്നെ നടക്കും കർത്താവെ. ഞങ്ങൾ വിശ്വസിക്കുന്നു എന്റെ കർത്താവിന്റെ കരവരാത്ത് ചലിക്കും കർത്താവെ. പൈതലിന്റെ ഹല്ലേലൂയ മനസ്സിന്റെ വേദന കർത്താവെ അറിയുന്നൊരു ദൈവമുണ്ട് കർത്താവെ. ഹല്ലേലൂയ. ദൈവം അതിനകത്ത് ഒരു അത്ഭുതം ചെയ്തിരിക്കുന്ന നന്മയ്ക്ക് സ്തോത്രം. പ്രാർത്ഥന കേട്ട് മറുപടി അയച്ചിരിക്കുന്ന നന്മയ്ക്കായ സ്തോത്രം. അടിയുടെ പ്രാർത്ഥന ഒന്ന് കുറവുകൾ ക്ഷമിക്കുമാറാകണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദൈവയുടെ കേൾക്കുമാറാകണമെന്ന്. പ്രാർത്ഥന കേട്ട് പ്രവർത്തിച്ചിരിക്കാൻ സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സഹായിച്ചു. ഏതെങ്കിലും പ്രാർത്ഥന വിഷയം ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യാം. സമയം ഒരു വിഷയം ഉണ്ടായിരുന്നു സിസ്റ്ററെ. പറഞ്ഞോ. ഞാൻ ബെൻസൺ പാസ്റ്റർ പപ്പായ ഞങ്ങള് നാളെ നാട്ടിലേക്ക് കടന്നു പോകാൻ അവിടേക്ക് നിന്ന് തൽക്കാൽ ടിക്കറ്റ് കിട്ടി. യാത്ര കിട്ടുന്നതിന് വേണ്ടി യാത്രയുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. കൂടാതെ എന്റെ മരുമോന്റെ മാതാവ് സുഖമില്ലാതെ പുഷ്പഗിരി ഹോസ്പിറ്റലിലായിരിക്കുന്നു. പൂർണ്ണ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്ക് 2 പ്രാർത്ഥന വിഷയങ്ങൾ കേട്ടല്ലോ. പിതാവിനെ ദൈവം ടിക്കറ്റ് ഓക്കെ ആകണം. അതുപോലെ തന്നെ യാത്രയിൽ കൂടിയിരിക്കുന്ന ക്ഷേമമായി എത്തണം. മരുമകന്റെ മാതാവ് സൗഖ്യമില്ലാതെ ഭാരപ്പെടുന്ന പൂർണ്ണ സൗഖ്യം ദൈവം കൊടുക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. ഈ വിഷയത്തിന് വേണ്ടി ഒരാൾക്ക് പ്രാർത്ഥിക്കാമല്ലോ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞങ്ങളോട് ആദ്യം സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, മനോഹരമായ പ്രഭാതത്തെ ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന നല്ല സമയത്ത് കർത്താവെ, പ്രിയ ബെൻസൺ പാസ്റ്ററിന്റെ പിതാവ് പറഞ്ഞ വിഷയത്തിനായി സ്തോത്രം ചെയ്യുന്നു. കുടുംബമായ ദൈവം മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ. ആരോഗ്യത്തിലും എല്ലാം ദൈവം നാൾ കൊടുക്കണമേ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും കർത്താവെ ബെൻസൺ പാസ്റ്ററിന്റെ കുടുംബത്തിലും മകളുടെ ഭവനത്തിലൊക്കെ ആയിരിക്കാൻ ദൈവം സഹായിച്ചല്ലോ. അവരെ ദൈവം അവിടെ കാത്തു പരിപാലിച്ചു. ആരോഗ്യത്തോടെ ബലത്തോടെ ആ കുഞ്ഞുങ്ങളോട് ഒരുമിച്ചായിരിക്കാൻ ദൈവം സഹായിച്ചല്ലോ. ദൈവത്തിന്റെ കൃപയ്ക്കായ സ്തോത്രം കർത്താവെ. ഇപ്പോൾ നാട്ടിലേക്ക് മടങ്ങി വരുവാൻ ആഗ്രഹിക്കുന്നു കർത്താവെ. ടിക്കറ്റ് ഒക്കെയും എത്രയും വേഗം ശരിയാകുവാൻ സഹായിക്കണമേ. തക്ക സമയത്ത് വാഹനങ്ങളൊക്കെ ക്രമീകരിച്ച് നാട്ടിൽ കടന്നു വരുവാൻ സഹായിക്കണമേ കർത്താവെ. പ്രിയ മരുമകന്റെ മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് സൗഖ്യമില്ലാതെ പുഷ്പഗിരി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്നു. ദൈവമേ, എന്ത് രോഗമായാലും കർത്താവെ അവിടുത്തെ അദൃശ്യ ശക്തി ഒന്ന് മക്കൾക്ക് ദൈവം നാൾ കൊടുക്കണമേ. ദൈവത്തിന് വേണ്ടി കൂടുതൽ പ്രേരണപ്പെടുവാൻ എല്ലാവരും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും കർത്താവെ ബെൻസൺ പാസ്റ്ററിന്റെ മാതാപിതാക്കൾ ഒരിക്കൽ കൂടി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യാത്രയിൽ എല്ലാ അനുഗ്രഹങ്ങളും കൂടിയിരിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം. എനിക്കും ഉണ്ടായിരുന്ന അടുത്ത പ്രാർത്ഥനാ വിഷയങ്ങളൊന്നും ഞാൻ പക്ഷേ സമയം കുറഞ്ഞുകൊണ്ട് തീരാറായിട്ട് ഞാൻ പറയുന്നില്ല. നമുക്ക് എല്ലാ വിഷയങ്ങളും ഓർത്ത് തുടർന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇത്രത്തോളം കർത്താവ് സഹായിച്ച എല്ലാ ദൈവത്തിന്റെ വഴികൾക്കായി സ്തോത്രം. ഞാനിവിടെ വന്നിരുന്നപ്പോൾ എൻ്റെ വായിൽ ഒരു രാവിലെ ഒരു പാട്ടിന്റെ ചിന്തകൾ ഇങ്ങനെ വന്ന ഒരു സ്റ്റാൻസ് ഞാനൊന്ന് പാടാം. വെള്ളത്തിൻ കുമള പോലെ മിന്നി മിളങ്ങിടുന്ന ജഡികാസുഖങ്ങൾ എന്നെ എതിരേൽക്കുകിൽ. വെള്ളത്തിൻ കുമള പോലെ മിന്നി മിളങ്ങിടുന്ന ജഡികാസുഖങ്ങൾ എന്നെ എതിരേൽക്കുകിൽ. യെരൂശലേം പുത്രിമാരൻ ചുറ്റും നിന്നു രാപ്പകൽ
പ്രിയനോടുള്ള അനുരാഗം കവർന്നീടുകിൽ പ്രേമമെന്നിൽ വർദ്ധിക്കും പ്രിയനോട് ചേരുവാൻ നാളുകൾ ഞാൻ എണ്ണി ജീവിച്ചിടുന്നേ. നമ്മുടെ പ്രത്യാശത നാളുകൾ എണ്ണി നമ്മുടെ പ്രിയനോട് ചേർന്ന് ജീവിപ്പാൻ നമ്മളെ സഹായിക്കട്ടെ. നല്ലൊരു പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ വന്നു. കഴിഞ്ഞ രാത്രി കിടന്നുറങ്ങിയവര് അനേകം പേര് രോഗത്താലും ഭാരപ്പെട്ടു, അനേകം പേര് ദുഃഖത്താലും രാവിലെ എണ്ണീറ്റ് നെടുവേർപ്പെട്ടു. നമുക്ക് ഇത്രയും പേർക്ക് ഒരുമിച്ച് നമ്മുടെ സഭയിലേക്ക്, നമ്മുടെ കുടുംബങ്ങൾ, പ്രാർത്ഥനാ എല്ലാ കുടുംബങ്ങളെയും, കുഞ്ഞുങ്ങളെയും മാതാപിതാക്കളെയും കർത്താവ് പരിപാലിച്ച എല്ലാ ദൈവത്തിന്റെ വഴികൾക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഒരു വാക്യം ഇങ്ങനെ സങ്കീർത്തനം 3-ാം സങ്കീർത്തനത്തിന്റെ 5-ാം വാക്യം. ഞാൻ കിടന്നുറങ്ങി, യഹോവേ എന്നെ താങ്ങുകയാൽ ഞാൻ ഉണർന്നിരിക്കുന്നു. സങ്കീർത്തനക്കാരൻ ദാവീദ് എഴുതിയ ഒരു സങ്കീർത്തനം. അത് അബ്ശാലോമിന്റെ മുമ്പിൽ വെച്ച് ഓടിപ്പോയപ്പോഴേ വനാന്തരത്തിൽ വെച്ച് എഴുതിയ ഒരു സങ്കീർത്തനമാണെന്നാ ഇത് ഭക്തന്മാർ പറഞ്ഞേക്കുന്നത്. ദാവീദ് പറയുന്നത്, ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുമാറാക്കി. നമ്മുടെ ജീവിതത്തിൽ വല്ലതും ഉണ്ടെങ്കിൽ നമുക്കൊരു സമർപ്പണം ഉണ്ടാകണം. നമ്മുടെ യഹോവ നമ്മളെ താങ്ങുമാറ്. മാനുഷ്യമായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ച് നമ്മൾ മനുഷ്യരാൽ ഇതൊക്കെ നടക്കുന്നതെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. ദാവീദിനെ പോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു പൂർണ്ണ സമർപ്പണം ഉണ്ടാകണം. യഹോവ എന്നെ താങ്ങുമാറാക്കി. എൻ്റെ ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളും. കഴിഞ്ഞ രാത്രി ഞാൻ കിടന്നുറങ്ങിയപ്പോൾ രാവിലെ എണ്ണീക്കാനിടയായത് എൻ്റെ യഹോവ എന്നെ കാരണം നമ്മുടെ ദൈവം ഉറങ്ങിയില്ല, മയങ്ങിയുമില്ല. യഹോവ എൻ്റെ പരിപാലകൻ. ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുമാറായാൽ ഞാൻ ഉണർന്നിരിക്കുന്നു. രാവിലെ എണ്ണീറ്റ് നമ്മൾക്ക് രാവിലെ ദിവസം അല്പസമയം ഇരിപ്പാൻ ലഭിച്ച ഭാഗ്യം വലിയ ഭാഗ്യം. അനേകം പേർക്ക് ഈ ഭാഗ്യമില്ല. നമ്മൾക്ക് ലഭിച്ച ഭാഗ്യം നമ്മുടെ പ്രത്യാശ വർദ്ധിപ്പിക്കുന്നത് പോലെ നമ്മൾ പാടുന്നതും പ്രാർത്ഥിക്കുന്നതും എല്ലാം നമ്മുടെ പ്രത്യാശ വർദ്ധിപ്പിക്കുക. നമ്മുടെ കർത്തനോട് ചേർന്ന് ഓരോ ദിവസവും ജീവിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഞാൻ കിടന്നുറങ്ങിയാൽ എന്നെ താങ്ങുമാറാക്കി. ഉടനെ അങ്ങനെ ചിന്തിച്ചപ്പോഴേ എൻ്റെ മനസ്സിൽ വന്ന ഒരാളെ പറ്റി ഞാൻ 2 വാക്യങ്ങൾ പറയാം. ഒന്ന്, നമ്മുടെ യാക്കോബിന്റെ ഉൽപ്പത്തി പുസ്തകത്തിൽ യാക്കോബിനെ പറ്റിയുണ്ട്. യാക്കോബ് കിടന്നുറങ്ങി. എവിടെ? യാക്കോബ് ഈ ഇസ്ഹാക്കിനെ കളിപ്പിച്ചിട്ടെന്ന് പറഞ്ഞാൽ ജ്യേഷ്ഠാവകാശം എല്ലാം മേടിച്ചുകൊണ്ട് പോയി മരുഭൂമിയിൽ കിടന്നുറങ്ങിയപ്പോൾ തലണയായിട്ട് ഒരു കല്ലൊക്കെ വെച്ച് കിടന്നുറങ്ങി. നമുക്ക് സംഭവം എല്ലാം അറിയാം. നമ്മൾ അതൊന്നും ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ യാക്കോബ് കിടന്നുറങ്ങി. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു ദർശനം കണ്ടു. ഭൂമി മുതൽ ആകാശം വരെ ഉയർന്നിരിക്കുന്ന ഒരു ഏണിയെ പറ്റി കണ്ട്. ഈ വാക്യങ്ങളൊക്കെ നമ്മൾക്കറിയാവുന്ന വാക്യങ്ങളാ. യാക്കോബ് കിടന്നുറങ്ങി, അതുമൂലം ഉണ്ടായ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. യാക്കോബ് ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം യാക്കോബ് ഒരു സമർപ്പണം ചെയ്യുന്നുണ്ട്. ഞാൻ നിന്നോട് കൂടിയുണ്ട്. നീ പോകുന്നിടത്തൊക്കെ ഞാൻ നിന്നെ കാത്ത് ഈ രാജ്യത്തിലേക്ക് മടക്കി വരുത്തും. ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്ത് നിവർത്തിക്കും. അപ്പോൾ യാക്കോബ് ഉണർന്നു. യഹോവ ഈ സ്ഥലത്തുണ്ട്. വാസ്തവമായിട്ട് ഈ സ്ഥലത്തുണ്ട്. ഉണർന്ന് യഹോവ ഈ സ്ഥലത്തുണ്ട്. സത്യം, ഞാൻ അത് അറിഞ്ഞില്ല. ദൈവമക്കളെ, നമ്മളെ പരിപാലിക്കുന്ന ദൈവത്തെ നമ്മൾ അറിയാതിരിക്കുന്ന അനുഭവങ്ങളുണ്ടോ നമ്മുടെ ജീവിതത്തിൽ? നമ്മൾ ആരും ഭക്തരല്ല. ഞാനും ഭക്തരല്ല. എനിക്കറിയത്തില്ല നമ്മുടെ ജീവിതത്തിലെ നോട്ടത്തിലെ ചിന്തകളില് നമ്മൾ ജോലി സ്ഥലത്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങളുണ്ട്. എന്നാൽ നമ്മൾ ദൈവസേനയിൽ ഈ പകൽക്കാലം ഒരു പുതിയ സമർപ്പണത്തിന്റെ പകൽക്കാലമായി തീരണം. ദൈവം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളിലും ദൈവം ഉണ്ടെന്ന് യാക്കോബ് പറയുന്നുണ്ട്. ഞാൻ വാസ്തവമായിട്ട് അറിഞ്ഞില്ലെന്ന്. അതൊരു ഒരു സമർപ്പണമല്ലേ? യാക്കോബ് അറിയാതാണോ യാക്കോബിന്റെ ജീവിതത്തിൽ ഇത്രയൊക്കെ സംഭവിച്ചത്? യാക്കോബിന് അറിയാമായിരുന്നു എൻ്റെ അഭിപ്രായം. എന്നാൽ യാക്കോബ് പറയുന്നു, ഈ സ്ഥലത്ത് വാസ്തവമായിട്ട് ദൈവം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇപ്പൊ അറിയുന്നു. ഞാൻ ദർശനത്തിൽ ഞാൻ കണ്ടു ഈ സ്ഥലത്ത് ദൈവം ഉണ്ടെന്ന്. ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. അവൻ ഭയപ്പെട്ടു. നമുക്കൊരു ഭയം ഉണ്ടാകണം. ഈ രാവിലെ അല്ല, നമ്മുടെ ജീവിതാത്രത്തിന്റെ എല്ലാ അനുഭവങ്ങളിലും നമുക്കൊരു ഭയം ഉണ്ടാകണം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ദൈവം നമ്മോട് കൂടെ ഉണ്ട്. നമ്മുടെ സകല പ്രവൃത്തികളും നമ്മൾ ഉറങ്ങത്തിലും കിടന്നുറങ്ങുമ്പോഴും രാവിലെ നടക്കുമ്പോഴും എല്ലാം ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്നുള്ളൊരു ഭയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മുടെ എല്ലാ വിഷയങ്ങൾക്കും ഒരു വിജയകരമായൊരു ക്രിസ്തീയം നടക്കാൻ കർത്താവ് ദൈവം നമ്മളെ സഹായിക്കും. ലോക സംഭവങ്ങളെ വിളിച്ചറിയിക്കുന്ന കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമെന്ന്. മ്യാൻമറിൽ നമ്മൾ കണ്ട ബിൽഡിംഗ് ഒക്കെ ചൂട്ട് കത്തുന്നത് പോലെ ബിൽഡിങ്ങുകളൊക്കെ താഴോട്ട് വീഴുന്നു. ലോകത്തിന്റെ അവസ്ഥകൾ എത്ര വലിയ ബിൽഡിംഗ് ഉണ്ടാക്കിയാലും ഈ അവസ്ഥയിൽ ലോകം കടന്നു പോവുക. അതുകൊണ്ട് കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായി. കർത്താവ് നമ്മോടുകൂടെ ഉണ്ട്. നമ്മൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു. അന്ന് മുതൽ നമ്മൾ എടുത്ത തീരുമാനം മരണപര്യന്തം വിശ്വസ്തനായിരുന്നാൽ ജീവകിരീടം നിനക്കും പ്രാപിക്കാന്ന്. നമ്മളെ സ്നാനപ്പെടുത്തിയൊക്കെ നമ്മൾ ഉയർന്ന് സ്നാനക്കുളത്തിൽ വരുമ്പോൾ നമ്മളോട് പറയും. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങളും അവിശ്വസ്തകളും കുറവുകളും ഒക്കെ വന്നു പോയിട്ടുണ്ട്. നമുക്ക് വാസ്തവമായിട്ട് ഒരു സമർപ്പണ മനോഭാവത്തിലേക്ക് കടന്നു പോവാം. ദൈവം എൻ്റെ എല്ലാ പ്രവൃത്തികളും, ഞാൻ ഉറങ്ങുമ്പോഴും രാവിലെ എണീക്കുന്നതും എൻ്റെ ദൈവത്തിന്റെ കൃപയാലും ദൈവം എന്നോട് കൂടെ ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ സമർപ്പണം, നമ്മുടെ പ്രാർത്ഥനാ ജീവിതമൊക്കെയും ഒരു വ്യത്യസ്ത അനുഭവത്തിലേക്ക് കടന്നു. കാരണം നമ്മുടെ ബെൻസും ബിന്ദു സിസ്റ്ററും ബെൻസും ഭാഷയും അവർ ശക്തിയോടെ പ്രാർത്ഥനാ ധ്വനിയൊക്കെ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബം. അവർ നമ്മൾ ആരെയും ഉദ്ദേശിച്ചോ കർത്താവ് വിട്ടുവെച്ച വഴികൾ, വരാമെന്ന വലിയ ആപത്തിൽ നിന്ന് കർത്താവ് വിട്ടുവെച്ചു, അനർത്ഥം ഒന്നും വരാതെ സൂക്ഷിച്ചു. എന്നാൽ കർത്താവിന്റെ വിശ്വസ്തത, കർത്താവിന്റെ കരുണ, കർത്താവ് നമ്മോട് കൂടെ ഉള്ളത് കൊണ്ടായി സംഭവിക്കുന്നത്. പല കുടുംബങ്ങളിലും കർത്താവ് ഉണ്ടെന്ന് പറഞ്ഞ വാസ്തവമായിട്ട് കർത്താവ് ഉണ്ടെന്ന് പറഞ്ഞാലും അവരുടെ ജീവിതാനുഭവങ്ങളുടെ സാഹചര്യങ്ങളൊക്കെയും അവർ ദൈവമില്ലാത്തവരായിട്ടാണ് ജീവിക്കുക. എന്നാൽ നമ്മൾ ഈ പ്രാർത്ഥനാധ്വനിയായിട്ട് പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനാ അനുഭവങ്ങൾ ദൈവം നമ്മോടുകൂടെ ഉണ്ട്. നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും നമ്മൾ ഉറങ്ങുമ്പം എണീക്കുന്നവരും എണീറ്റ് നമ്മൾ കിടക്കാൻ പോകുന്നത് വരെയും ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളുടെ കൂടെ ഉണ്ട്. ഈ ദൈവത്തെ അന്ത്യത്തോടും പറ്റി ജീവിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് ഈ പൽക്കാലം ഒരു സമർപ്പണം, ദൈവം നമ്മോടുകൂടെ ഉണ്ട്. നമ്മുടെ എല്ലാ ചലനങ്ങളിലും, എല്ലാ നടപ്പുകളിലും, എല്ലാ നോട്ടങ്ങളിലും എല്ലാം ദൈവ സാന്നിധ്യമുണ്ട്. കാരണം നമ്മൾ വേർതിരിച്ച്, നമ്മൾ സെപ്പറേറ്റ് ചെയ്തവരാ, നമ്മളെ വിശുദ്ധന്മാരാ, നമ്മളെ കർത്താവിന്റെ വരവിന് വേണ്ടി നോക്കി ഒരുങ്ങി കാത്തിരിക്കുന്ന ഭക്തന്മാരാ. അതുകൊണ്ടാണ് നമ്മളെ കരുതി നമ്മുടെ വഴികളിൽ കർത്താവ് നമ്മോട് കൂടെ ഉണ്ടായി. യാക്കോബിനെ പോലെ സമർപ്പണം, അയ്യോ നമ്മുടെ ദൈവം നമ്മോട് കൂടെയുണ്ട്, അതുകൊണ്ട് എൻ്റെ എല്ലാം ഞാൻ തിരിച്ചു വരുമ്പോൾ ഇവിടെ ഒരു വിളക്ക്, ഇവിടെ ആരാധനാലയം. ഇപ്പം നമ്മുടെ ഈ പൽക്കാല ജീവിതത്തിൽ യാത്രയിൽ നമുക്കൊരു സമർപ്പണം ഈ ഒരു പൽക്കാലം എടുക്കാം, നമുക്കൊരു തീരുമാനം എടുക്കാം. എന്തോ ആ തീരുമാനം? ഈ പൽക്കാലമല്ല, എൻ്റെ ജീവിതത്തിൽ എല്ലാ ദിവസവും കർത്താവ് തരുന്ന ഓരോ ദിവസവും ദൈവനാമ മഹത്വത്തിനായി ജീവിപ്പാൻ ഞങ്ങൾക്ക് കർത്താവ് സഹായിക്കട്ടെ, എനിക്ക് സഹായിക്കട്ടെ. അതോർത്ത് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഈ യാക്കോബിനെ പറ്റി പറഞ്ഞല്ലോ. പിന്നെ ഒരാളെ 5 പേരെ പറ്റി പറയാനാണ് ഞാൻ ചിന്തിച്ചിരുന്നത്. ഏലിയാവ് കിടന്നുറങ്ങി ചൂരച്ചൂട്ടിയുടെ മണൽ. ഏലിയാവ് പറഞ്ഞു മതിയേ. എന്നാല് ഏലിയാവിനെ തട്ടി ഉണർത്തി അടയും, കനലിലെ അടയും അപ്പവും മീനും കൊടുത്ത ദൈവം. ഏലിയാവ് ശുശ്രൂഷ കഴിഞ്ഞിട്ട് കിടന്നുറങ്ങിയ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ യാത്രയിൽ, നമ്മുടെ നോട്ടങ്ങളിൽ, നമ്മുടെ ചിന്തകളിലൊക്കെയും നമ്മൾ യേശുവിനോടുകൂടെ നടക്കുന്നവരായി തീരുവാൻ നമ്മളെ സഹായിക്കട്ടെ. ഒരു പകൽക്കാലം കൂടെ നമ്മുടെ ജീവിതത്തിൽ തന്നല്ലോ, നമുക്കൊരു സമർപ്പണമായി തീരാം. അനേക വിഷയങ്ങളിൽ നമ്മൾ പ്രാർത്ഥിച്ചു. ഈ 4 രഹസ്യമായും പരസ്യമായി ഇന്ന് വേദനിക്കുന്ന അനേക വിഷയങ്ങളുള്ള സഹോദരന്മാർ നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ കൈക്ക് വേദന ഉണ്ടെങ്കിൽ നമ്മൾ എത്രമാത്രം വേദന സഹിക്കുന്നവരാ, നമ്മളെത്ര അസ്വസ്ഥത അനുഭവിക്കുന്നവരാ. എന്നാൽ നമ്മുടെ സഹോദരങ്ങൾ ഭാരപ്പെടുന്നു, വേദനയും അനുഭവിക്കുന്ന വിഷയങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരുണ്ട്. അവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനാദിനുടെ പ്രവർത്തനങ്ങൾ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാം. ലീഡ് ചെയ്യാൻ എല്ലാവരെയും സഹായിച്ചു. ഈ ഒരു പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ തന്നു. ദൈവത്തിന്റെ വിശ്വസ്തത വലുതായതിനാൽ നമുക്ക് തുടർന്ന് ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് തുടർന്ന് നമ്മുടെ ഷാജി ബ്രദർ പ്രാർത്ഥിച്ച് നമ്മുടെ ഇന്നത്തെ ആശീർവാദം പറയും. ഷാജി ബ്രദർ നമ്മുടെ ഗുജറാത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് ഷാജി ബ്രദർ ആശീർവാദം പറയും. പരിശുദ്ധമായ ദൈവമേ, സ്വർഗസ്ഥപിതാവേ, ഈ സമയത്തിലാണ് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ.
നിന്റെ കുഞ്ഞുങ്ങളായ ഞങ്ങൾക്ക് അപ്പച്ചന്റെ പാദപീഠത്തിൽ അടുത്ത് വരാൻ തൊക്കുന്ന സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയ ഈ സമയത്തിലാണ് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്നു. ഞങ്ങൾ കർത്താവെ സ്തോത്രം, അവിടുത്തെ പാദപീഠത്തിൽ വന്ന സമയം വലിയ സമയം വരെ അനേക വിഷയങ്ങൾ ഞങ്ങൾ ദൈവത്തിൽ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കർത്താവെ സ്തോത്രം, സ്വർഗത്തിലെ ഞങ്ങളുടെ ദൈവം ഈ പ്രാർത്ഥന യാചന എല്ലാം കേട്ടതിനാണ് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ. അതിന് മറുപടി ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ കണ്ണ് കാണും, ഞങ്ങളത് വിശ്വസിക്കുന്നുണ്ട്. കർത്താവെ സ്തോത്ര ഹല്ലേലൂയ. അങ്ങ് ഞങ്ങളെ നടത്തുന്ന ദൈവമാണ്. കർത്താവെ സ്തോത്രം, ഓരോ ദിവസവും ജീവിപ്പാൻ ആവശ്യമായ ദൈവകൃപ ഞങ്ങൾക്ക് പകർന്നു തരുന്ന ഞങ്ങളുടെ കർത്താവാണ്. സ്തോത്ര ഹല്ലേലൂയ. ഞങ്ങളുടെ കർത്താവ് പലപ്പോഴും ഞങ്ങളുടെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ, ഞങ്ങളുടെ ഭൂമിയുടെ അറ്റത്ത് നിന്ന് ദൈവത്തോട് നിലവിളിക്കുമ്പോൾ, ഞങ്ങളുടെ നിലവിളിയുടെ ശബ്ദം കേട്ട തക്ക സമയത്ത് ഉത്തരവുള്ള കൊണ്ണം ഉറങ്ങാത്തവനായി മയങ്ങാത്തവനായി കാത്തിരിക്കുന്ന ഞങ്ങളുടെ കർത്താവിന്റെ കരങ്ങളിൽ ഞങ്ങളുടെ സമസ്ത വിഷയം കർത്താവ് ഏൽപ്പിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്തോത്ര ഹല്ലേലൂയ. ഞങ്ങൾക്ക് പാടുവാനും പ്രാർത്ഥിക്കാനും കർത്താവ് കൃപ തന്നനാണ്. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്ന കർത്താവ് ഹല്ലേലൂയ. ഇവിടെ ഞങ്ങൾ പ്രാർത്ഥിച്ച സകല വിഷയങ്ങളും മേലും കർത്താവിന്റെ കൃപയും സമാധാനം ഉള്ളതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്ന കർത്താവ്. പിന്നെ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകണം പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്തോത്ര ഹല്ലേലൂയ. ലേഡിയ കർത്താവ് നിന്റെ ദാസനെയും കർത്താവ് സ്തോത്രം മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ദാസിയെയും കർത്താവ് ബലപ്പെടുത്തിയതിനാണ് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്നു കർത്താവെ. ഞങ്ങൾക്ക് തന്ന നല്ല വചനത്തിനാണ് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്നു കർത്താവെ. യാക്കോബിന്റെ കർത്താവെ സ്തോത്ര ഹല്ലേലൂയ. യാത്രയിൽ ഹല്ലേലൂയ സ്തോത്രം. യഹോവയുടെ സാന്നിധ്യം കർത്താവെ ഉണ്ടായിരുന്നു, പക്ഷെ അവനത് അറിഞ്ഞില്ല. കർത്താവെ സ്തോത്ര ഹല്ലേലൂയ. ഞങ്ങളുടെ യാത്രയിൽ കർത്താവെ സ്തോത്ര ഹല്ലേലൂയ യഹോവയുടെ സാന്നിധ്യം തിരിച്ചറിയുവാന് സ്വർഗ്ഗവിടയാക്കുമാറാകണമേ. ഓരോ ദിവസവും ആ ദൈവകൃപയ്ക്കുള്ളിൽ ഞങ്ങളെ പൊതിയുമാറാകണമേ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം. അടിയങ്ങളെല്ലാവരും ഒരു പ്രാവശ്യം കൂടെ ദൈവങ്ങളിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഇനി ഞങ്ങൾ തമ്മിൽ കാണും വരെ അവിടുത്തെ കൃപയ്ക്കുള്ളിൽ പൊതിയണം. പ്രാർത്ഥന യാചനയും കേട്ടതിനാട് സ്തോത്രം. യേശു ക്രിസ്തു നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോട് കേൾക്കുമാറാകണമേ. പിതാവ് പുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന്റെ സംബന്ധം സഹവാസവും നാം ഇവിടെ പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ഈ പ്രാർത്ഥനയിൽ അറ്റൻഡ് ചെയ്തിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരോടും ഇപ്പോഴും എപ്പോഴും കർത്താവിന്റെ വരവരെയും ഉണ്ടാകുമാറാകട്ടെ.